ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത് കർത്താവ് നമ്മളെ ഉപ്പ് എന്ന നിലയിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യം ഫലമേൽപ്പിക്കാനായിട്ട് ഭൂമിയിലേക്ക് മടക്കി അയച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്തിന് തന്നെ നമ്മുടെ അനുഗ്രഹങ്ങളെ മടക്കി കൊടുക്കേണ്ടതിന് വേണ്ടി, അവർക്കൊരു അനുഗ്രഹമായിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഉപ്പിൻ്റെ ഫങ്ഷൻസ് നമ്മൾ കണ്ടു, ഉപ്പിൻ്റെ പ്രത്യേകതകൾ കണ്ടു. എന്നാൽ ഉപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ അവിടെ ചേർത്ത് പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, മുറിവിനകത്തേക്ക് ഒരാളും കാല് മുറിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് കോരിയിട്ട് കഴിഞ്ഞാൽ തൊഴി കിട്ടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളുടെ ഉപ്പ് എന്ന നിലയിലുള്ള ഫംഗ്ഷൻ അത്രയ്ക്കങ്ങ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും നമുക്ക് അതിനോട് ചേർന്ന് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? ഉപദ്രവം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെയാണ് കർത്താവ് വാസ്തവത്തിൽ പഠിപ്പിക്കുന്നത് തന്നെ. അതുകൊണ്ട് നാം ആരെ വീണ്ടെടുക്കാനായിട്ട്, ആരെ വിടുവിക്കുവാനായിട്ട്, അതല്ലെങ്കിൽ ആരെ പണിയാനായിട്ട് കർത്താവ് നമ്മളെ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് ആ ജനത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി പണിയാനാണ്. പക്ഷെ പണിയുമ്പോൾ നമ്മളെ പെട്ടെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ല നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പ്രത്യുത ഒരു പക്ഷേ നമ്മളെ ഉപദ്രവിക്കുന്നതായ ഒരു സമൂഹത്തെയാണ്. അതും കൂടെ ഓർത്താണ് നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ കാര്യം. ഇനി കർത്താവ് അതിനോട് ചേർന്ന് പറയുന്നതായ അടുത്ത കാര്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഉപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു നിശബ്ദ സേവനമാണ്, ആരും അറിയാത്തതായ സേവനം. പക്ഷെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. നിങ്ങളുടെ പ്രൊഫഷനിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടോ സമൂഹത്തോടോ അയൽക്കാരോടോ ഒക്കെയുള്ള ഇടപെടലിലെല്ലാം ഒരു ഉപ്പ് എന്നതുപോലെ നിങ്ങൾ നിശബ്ദമായി സേവനം ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ അറിയാത്ത ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ഗുണവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വെളിച്ചം ആകുന്നു എന്ന് പറയുമ്പോൾ വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകത, വെളിച്ചം പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. വെളിച്ചത്തിന് മറഞ്ഞിരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഉപ്പ് എന്ന നിലയിൽ നമ്മുടെ ജീവനപരമായ ശുശ്രൂഷ നിശബ്ദമാണെങ്കിൽ, വെളിച്ചം എന്ന നിലയിൽ നമ്മുടെ ശുശ്രൂഷ, അതിനെ ഞാൻ മുമ്പേ പറഞ്ഞത്, അതൊരു പ്രഘോഷണപരമായ ശുശ്രൂഷയാണെന്നുള്ളതാണ്. പ്രഘോഷണപരമായ അതിന് എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുന്ന, മറ്റുള്ളവർ കാണുന്ന, മറ്റുള്ളവർ അറിയുന്നതായ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മളാരും സ്വയം പ്രകാശിതരായ വെളിച്ചമല്ല. അഥവാ ഈ പ്രകാശം നമ്മുടെ വക അല്ല. ആരാണ് യഥാർത്ഥത്തിൽ വെളിച്ചമായിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തുടങ്ങി വരുമ്പോൾ തന്നെ 4-ാമത്തെ വാക്യത്തിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. 9-ാമത്തെ വാക്യത്തിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ കാര്യമൊക്കെ ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഹു ഈസ് ദ റിയൽ ലൈറ്റ്? ഇറ്റ് ഈസ് നോട്ട് യു ആൻഡ് ഐ, ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യഥാർത്ഥത്തിലുള്ള വെളിച്ചം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരും അല്ല. ആരാണ്? യേശു കർത്താവാണ്. നമ്മുടെ വെളിച്ചം എന്ന് പറയുന്നത് നാം യേശുവിൽ നിന്ന് സ്വീകരിച്ച് പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു സ്വയം പ്രകാശിതമായ വെളിച്ചമല്ല എന്ന്. യേശുവിന്റെ വെളിച്ചം നമ്മളിലേക്ക് വന്നിട്ട് ആ വെളിച്ചം, സൂര്യന്റെ പ്രകാശം ചന്ദ്രനിലേക്ക് എത്തിയിട്ട് ചന്ദ്രൻ അതിനെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ യേശുവിൽ നിന്ന്, അതൊരു അത്ര കൃത്യമായ ഉദാഹരണമായിരിക്കണമെന്നില്ല. പലപ്പോഴും ഈ ഉദാഹരണം പറയുമ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് ഒരുപോലെ എടുക്കാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്ത്? ചന്ദ്രൻ ഒരു സ്വയം പ്രകാശിത വെളിച്ചം അല്ല. ആണോ? ചന്ദ്രനിൽ സ്വന്തമായിട്ട് എന്തില്ല? പ്രകാശമില്ല. പ്രത്യുത സൂര്യന്റെ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു എന്നുള്ളതാണ് ചന്ദ്രന്റെ പ്രത്യേകത. ഇതേപോലെ നമ്മളെന്താണ്? യേശുക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ പ്രകാശം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രകാശമായിത്തീരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. When Jesus is in this world, Jesus is the light of the world. യേശു ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഭൂമിയിൽ യഥാർത്ഥത്തിലുള്ള വെളിച്ചം ആര് തന്നെയാണ്? യേശു തന്നെയാണ്. എന്നാൽ യേശു ഭൂമിയിൽ നിന്ന് കയറിപ്പോയപ്പോൾ യേശുവിനെ പോലെ പ്രകാശിക്കാൻ ദൈവം ആരെ ആക്കിയിരിക്കുക?
നമ്മളെ ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളാണ് വെളിച്ചം. When Jesus was in this world, he was the light of the world. And now Jesus is not living in this world in body. And now Jesus wants us to be light, like he was the light of the world when he was in this world. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ എപ്രകാരം അവൻ വെളിച്ചമായിരുന്നോ അതേപോലെ ഇന്ന് അവന് പകരം വെളിച്ചമാകാനായിട്ട് ദൈവം നമ്മളെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ പ്രകാശിക്കുന്ന പ്രകാശം ആരുടെ പ്രകാശമായിരിക്കണം? യേശുവിന്റെ പ്രകാശം ആയിരിക്കണം. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, ഒരു പറയുടെ കീഴിലല്ല കൊണ്ട് വെക്കുന്നത്, പിന്നെ എവിടെയാണ്? തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. പലസ്തീനിലെ വീടുകൾ, പലസ്തീനിലെ മിക്ക വീടുകളും ചെറിയ വീടുകളാണ്. പിന്നെ വേണ്ടത്ര വെന്റിലേഷൻ ഒന്നും അവർക്ക് ശരിക്കും ഇല്ല. അവർ നോർമലി ഒരു മുറിയുടെ വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു വെരി സ്മോൾ ഒരു വിൻഡോ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിലൂടെ ഒന്നും എപ്പോഴും പ്രകാശം കടന്നു വരുന്ന, പകൽ പോലും പലസ്തീനിലെ വീടുകളിൽ വിളക്ക് ഒരു അത്യന്താപേക്ഷിത ഘടകമായിട്ട് വരാറുണ്ട്, പ്രത്യേകിച്ച് ഇന്നർ റൂംസ് എല്ലാം. അതുകൊണ്ടാണ് 10 ദ്രഹ്മ ഉണ്ടായിരുന്നതിൽ 1 ദ്രഹ്മ പണം കാണാതെ പോയ സ്ത്രീ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അരിച്ചു പെറുക്കി കാര്യങ്ങൾ നോക്കുന്നത്. അല്ലാതൊന്നും അവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് പലസ്തീനിലെ വീടുകളൊരു പ്രത്യേകത. എന്നാൽ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വെക്കേണ്ടത്, അത് തണ്ടിന്മേൽ വെക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം ലഭിക്കുന്നത്. വിളക്കിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രകാശിക്കാതിരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ബൾബ് കത്തിച്ച് കഴിഞ്ഞിട്ട് പ്രകാശം പുറത്തോട്ട് വരുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇതേപോലെയാണ് ഒരു ഡിസൈപ്പിൾ. നമ്മൾ ചിലപ്പോൾ പറയും അവനൊരു രഹസ്യ ക്രിസ്ത്യാനിയാണെന്ന് പറയും, ഈസ് എ സീക്രട്ട് ഡിസൈപ്പിൾ. പക്ഷേ ഈ രഹസ്യ ക്രിസ്ത്യാനി എന്ന് പറയുന്ന കാര്യം ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. ഒരു പക്ഷേ കുറച്ചു കാലത്തേക്കൊക്കെ നടക്കുമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് either the secrecy destroys the discipleship or the discipleship destroys the secrecy. ഒന്നുകിൽ നമ്മളൊരു യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ കുറച്ചു നാളൊക്കെ അവനെ മറഞ്ഞിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ ഇവൻ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന്റെ ഡിസൈപ്പിൾഷിപ്പ് നശിച്ചു പോയെന്നിരിക്കും, അല്ലെങ്കിൽ ഇവൻ യഥാർത്ഥ ശിഷ്യനായതുകൊണ്ട് അവന്റെ മറഞ്ഞിരിക്കുന്ന അവസ്ഥ മാറിപ്പോയെന്നിരിക്കും. കാര്യം വിളക്ക് എപ്പോഴും പ്രകാശം പുറത്തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ ആളുകൾ ഇങ്ങനെ I can be a secret disciple. I never want to expose or express my identity എന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു, എത്ര നാളെ ഇത് മറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? എത്ര നാൾ ഇത് മറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? എത്ര നാളാണ് നമ്മുടെ ശിഷ്യത്വം മറ്റുള്ള ഒരാൾ അറിയാതെ കാര്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് പറ്റുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്? പല കാരണങ്ങളുണ്ടായിരിക്കാം. ചില ജെനുവിനായിട്ടുള്ള റീസൺസ് കാണുമായിരിക്കും. അതിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. എസ്പെഷ്യലി ദോസ് ഹു ആർ കമ്മിങ് ഫ്രം അതർ സം മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ അങ്ങനെയുള്ള റീസൺ കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നോർമലി നമ്മൾ നമ്മുടെ സുരക്ഷ ഉദ്ദേശിച്ചാണ്, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് മറച്ചു വെക്കുന്നത്, അല്ലേ? അല്ലാതെ എന്താ റീസൺ? എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഇപ്പൊ ഐ ആം എ ഡിസൈപ്പിൾ, and if I am not expressing myself as a disciple before my people in my house and people around me, then how can I be a witness? How can I share Jesus with others? അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും? ഞാൻ എൻ്റെ ഡിസൈപ്പിൾഷിപ്പ് പരസ്യമാക്കുവാൻ, അല്ലെങ്കിൽ ഞാൻ യേശുവിന്റെ ശിഷ്യനാണെന്നുള്ളത് എനിക്ക് പരസ്യമാക്കേണ്ടി വരും. നിങ്ങൾ യഥാർത്ഥത്തിൽ ശിഷ്യനാണെങ്കിൽ, മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കാനുള്ള മോഹം നിങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ സാക്ഷിച്ചു പോകും. നിങ്ങൾ സാക്ഷിക്കാൻ തുടങ്ങിയാൽ എന്തായിത്തീരും? നാച്ചുറലി നിങ്ങൾ ഒരു ശിഷ്യയാണ് എന്നുള്ള വിവരം മറ്റുള്ളവരെ അറിയാൻ തുടങ്ങും. ഇന്ന് സീക്രട്ട് ക്രിസ്ത്യൻസിന്റെ, സീക്രട്ട് ഡിസൈപ്പിൾസിന്റെ നമ്പർ, അല്ലെങ്കിൽ സീക്രട്ട് ക്രിസ്ത്യൻസ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നമ്പർ കൂടി വരികയാണ്. അതൊരു നല്ലൊരു പ്രവണതയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം യേശു കർത്താവിന്റെ കാലയളവിൽ ആളുകൾ സീക്രട്ട് ക്രിസ്ത്യൻസ് ആകുവാനല്ല ആഗ്രഹിച്ചത്. അവരെന്താണ്? അവർ കർത്താവിനെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുവാനും പ്രദർശിപ്പിക്കുവാനും ഉള്ള ഒരു മത്സരമായിരുന്നു. ശരിക്കും ഞാൻ 13 വയസ്സുള്ള സമയത്താണ് ഞാൻ ബാപ്റ്റിസം എടുക്കുന്നത്. I was only 13 years old. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒളിച്ചു പോയി സ്നാനപ്പെട്ടതാണ്.
ഞാൻ ഒളിച്ചു പോയി സ്നാനപ്പെട്ടതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിളാണ്. എന്നെ ബാപ്റ്റിസം തരുന്ന ആളെ ഓർത്താ ഞാൻ പോയി സീക്രട്ടായിട്ട് ബാപ്റ്റിസം എടുത്തത്. മറ്റൊന്നുമല്ല, ഞാൻ തല്ലുകൊള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ തല്ലുകൊള്ളൂ എന്നുള്ളതല്ല, എനിക്ക് ബാപ്റ്റിസം തരുന്ന പാസ്റ്ററും മിക്കവാറും തല്ലുകൊണ്ടേനെയും ഞാനത് പരസ്യമാക്കിയിരുന്നെങ്കിൽ. അപ്പൊ അങ്ങേരെ ഓർത്താ വാസം പറഞ്ഞാൽ ഞാൻ പോയി രഹസ്യത്തിൽ സ്നാനപ്പെട്ടത്. അല്ലാതെ എനിക്കെന്തെങ്കിലും ഭവിക്കുമെന്നുള്ള പേടി കൊണ്ടോ എനിക്ക് പിന്നെയും പള്ളിയിൽ വലിയ ആള് കളിക്കാനുള്ള മോഹം കൊണ്ടോ ഒന്നുമല്ല. പലപ്പോഴും ആളുകൾക്ക് എന്താണെന്നറിയാമോ, നമ്മൾ പറയുമല്ലോ, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്നുള്ള നിലയിൽ ഉള്ള ഒരു യാത്രയുണ്ടല്ലോ, അതൊരു അപകടകരമായ യാത്രയാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ ശിഷ്യത്വത്തെ പുറത്താക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, അമിതമായ പീഡയുടെ ഒരു കാലയളവ് അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഇന്നത്തെ 90% ആളുകളും അവരുടെ ഡിസൈപ്പിൾഷിപ്പ് മറച്ചു വെക്കുന്നത്. എന്തിനാണെന്നറിയാമോ? അവർക്ക് മാന്യത കളയാൻ വയ്യ, അല്ലെങ്കിൽ അവർക്ക് യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകുന്നതിലെ ലജ്ജയാണ് പല സമയത്തും എന്താണ് യേശുവിനെ പരസ്യമായി സാക്ഷിക്കുന്നവരെ മാറ്റി നിർത്തുന്നത്. പീഡനമൊന്നുമല്ല, എന്താണ് ലജ്ജ. പക്ഷെ കർത്താവ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ മറക്കരുത്. എന്നെ കുറിച്ച്, മനുഷ്യപുത്രനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിച്ചാൽ ദൂതന്മാരുടെ മുമ്പിൽ എനിക്ക് നിങ്ങളെക്കുറിച്ചും ലജ്ജിക്കേണ്ടി വരും എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു സീക്രട്ട് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു നല്ല അവസ്ഥയായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. എന്ന് തന്നെയല്ല, നിങ്ങൾക്ക് അങ്ങനെ പറ്റത്തുമില്ല, അതിന്റെ ആവശ്യവുമില്ല. ഒരു പരിധി വരെ പാപത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളൊരു ഡിസൈപ്പിൾ ആണെന്ന് മറ്റുള്ളവരോട് പറയുന്നതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് ഞാൻ അന്ന് അവിടെ ചെന്നിട്ട് ഞാൻ പെന്തിക്കോസുകാരനാണെന്നൊക്കെ പറയാൻ നോക്കിയിട്ട് അവർക്ക് ആർക്കും മനസ്സിലായൊന്നുമില്ല. കാര്യം അന്ന് ഈ പെന്തിക്കോസ് എന്നുള്ള വാക്കൊന്നും ഞാൻ പഠിച്ച കോളേജിൽ അത്ര കോമൺ ഒന്നും അല്ല, വേറെ ആരും ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്കൊന്നും പിടികിട്ടില്ല. പിന്നെ അവരെന്നെ വിളിച്ചിരുന്നത് ഗോസ്പൽ എന്നൊക്കെയാണ്. കാര്യം അവർക്ക് ആകെപ്പാടെ അറിയാവുന്നല്ലോ, ഇവൻ ഗോസ്പലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷെ വേറെ കാര്യമുണ്ട്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യങ്ങൾ ഞാനൊരു ദൈവപൈതലായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്ലീൻ ആയിട്ട് ചെന്നപ്പോഴേ ഞാൻ എൻ്റെ ഐഡന്റിറ്റി അങ്ങ് വെളിപ്പെടുത്തിയത് കൊണ്ട് അവരെന്നോട്, എടാ ഒരു പെഗ് വീശുന്നോന്ന് 7 വർഷം ഞാൻ ചങ്ങനാശ്ശേരിയിൽ പഠിച്ചിട്ട് എൻ്റെ കൂട്ടുകാർ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല നീ ഒരു പെഗ് വീശുന്നോന്ന്. കാര്യം ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞ എന്താണ്, ഈ പണി നടക്കത്തില്ല. ഐ ജസ്റ്റ് ടോൾഡ് ദം. അപ്പോ നമ്മളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതാണ് ഒരു പരിധിവരെ പാപത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള നമുക്കുള്ള ഏറ്റവും നല്ല കാര്യം. ഒരാളും എന്നെ സിനിമയ്ക്ക് വിളിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ എനിക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞാൽ പോലും, കാണണമെന്ന് തോന്നിയാൽ പോലും ചെയ്യാൻ പറ്റില്ല. കാര്യം ഓൾറെഡി ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞു, ഞാനിതിലൊന്നും പോകത്തില്ല. പിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിയാൽ പോലും പോകാൻ പറ്റുമോ? അപ്പൊ നല്ലൊരു ചെക്ക് പോയിന്റ് ആണ് ഡിഫെൻഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാമോ? റിവീൽ യുവർ ഐഡന്റിറ്റി വേർ എവർ യു ആർ. നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും, നിങ്ങളുടെ സ്കൂളിലാണെങ്കിലും, നിങ്ങളുടെ കോളേജിലാണെങ്കിലും, നിങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ റിവീൽ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ അതാണ് വാസ്തവത്തിൽ എന്താണ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പട്ടണത്തിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. മലമേൽ പ്രകാശിക്കുന്ന ഒരു പട്ടണത്തിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രകാശം തടഞ്ഞു നിർത്താൻ ഒന്നിനും കഴിയത്തില്ല. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ പ്രകാശം നമ്മൾ വിറ്റ്നസ് ചെയ്യിച്ചിരിക്കും. ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് റിവീൽസ് എവറിഥിങ്, ഓർ ഇറ്റ് മേക്സ് തിങ്സ് നോൺ ടു അതേഴ്സ്. മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്, പറയുന്നതാണ്. അല്ലെങ്കിൽ ഇതൊരു പ്രൊക്ലമേഷൻ മിനിസ്ട്രിയാണ്. സോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താ പറഞ്ഞ, ജീവനപരമായ നമ്മുടെ ഇൻകാർണേഷണൽ അല്ലെങ്കിൽ നമ്മളുടെ ശരീര അല്ലെങ്കിൽ ജീവൻ നമ്മൾ ജീവിക്കുന്നതിലൂടെ നമ്മൾ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കർത്താവിന് എത്തിച്ചു കൊടുക്കുകയാണ്. നിങ്ങളിലുള്ള ദൈവജീവൻ ജീവനില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. പക്ഷേ പ്രകാശത്തിന്റെ കാര്യത്തിൽ, വെളിച്ചത്തിന്റെ കാര്യത്തിൽ എന്താണ്, പ്രകോഷണത്തിൻ്റെതായ ഒരു വലിയ അംശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സോൾട്ട് മാത്രമായിരുന്നാൽ പോരാ, എന്തും കൂടെ ആകണം, പ്രകാശം കൂടെ ആകണം. ചില ആളുകൾ പറയാറുണ്ട്, ബ്രദറെ ഞാൻ ആരോടും ഒന്നും പറയത്തൊന്നുമില്ല, ഞാൻ ക്രിസ്ത്യാനിയാണെന്നൊക്കെ. അവർ കണ്ടു മനസ്സിലാക്കട്ടെ, ഞാൻ വളരെ നല്ല ഒരു ജീവിതം ജീവിക്കാനാ പരിശ്രമിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് ജീവിച്ച് അവർ മനസ്സിലാക്കിക്കോട്ടെ. അങ്ങനെയല്ല കർത്താവ് പറയുന്നത്. എന്ത്? നിങ്ങൾക്ക് ഇൻകാർണേഷണൽ ആയിട്ടുള്ള ജീവനപരമായ ഒരു ശുശ്രൂഷ ഉള്ളതുപോലെ തന്നെ എന്തും കൂടെ ഉണ്ട്, പ്രഘോഷണപരമായ ഒരു ശുശ്രൂഷയും കൂടെ ഉണ്ട്. എല്ലാ മനുഷ്യരും പ്രഘോഷണപരമായ ശുശ്രൂഷ ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നത്. അതായത്
ഇവിടെ പറയുന്നത് നിങ്ങളിൽ ചിലർ ഉപ്പും ചിലർ പ്രകാശവുമാണെന്നല്ല. ആണോ? നിങ്ങളിൽ ചിലർ ഭൂമിയുടെ ഉപ്പും ചിലർ ലോകത്തിന്റെ പ്രകാശവുമായിരിക്കുന്നല്ല. ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ, you are the salt of this earth and also you are the light of the world. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മളുടെ ദൗത്യം, നമ്മുടെ മിഷൻ, ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് സഫലമായ ജീവിതമാകുന്നത്. ജീവിതം കൊണ്ട് യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ലൈക്ക് ദ സോൾട്ട്. പ്രകാശനം കൊണ്ട് യേശുവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ലൈക്ക് ദ ലൈറ്റ്. ഇത് രണ്ടും ഒരുപോലെ നടക്കേണ്ടതായ കാര്യമാണ്. See, light is always guiding people. പ്രകാശം എപ്പോഴും മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ വഴി അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട്. ഹൃദയത്തിന്റെ ഉള്ളിൽ സത്യത്തിൽ നടക്കാനുള്ള വലിയ മോഹമുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്ക് പലർക്കും എന്താ സത്യം എന്താണെന്നുള്ളത് അറിയത്തില്ല. അറിയാൻ വയ്യാത്തത് കൊണ്ട് ഭൂമിയിലെ നല്ലൊരു ശതമാനം ആളുകളും വെളിച്ചത്തിന്റെ അല്ലെങ്കിൽ നല്ല വഴിയെ അല്ലെങ്കിൽ കർത്താവിന്റെ വഴിയെ പോകാത്തതിന്റെ കാരണം എന്നറിയാമോ? ബിക്കോസ് ദേ ആർ ഇഗ്നറന്റ്. അവർ അജ്ഞരായതുകൊണ്ടാണ്. ദൈവിക വഴിയെക്കുറിച്ച് അവർക്ക് എന്തില്ല? അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെയാണ് പ്രഘോഷണത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. പ്രഘോഷണം നിങ്ങൾക്ക് എവിടെയും നടത്താം, പക്ഷേ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നടത്താതെ മറ്റുള്ളിടത്ത് നടത്താൻ പറ്റത്തില്ല. കർത്താവ് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി തന്റെ ശിഷ്യന്മാരെ പറഞ്ഞുവിടാൻ പറയുമ്പോഴും, you shall receive power when the Holy Spirit will come upon you and you shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും. എവിടെ തുടങ്ങുന്നത്? യെരുശലേം. ചില ആളുകൾ പറഞ്ഞത് ഞാൻ കാശ്മീരിലേ പോയി സുവിശേഷം പറയത്തുള്ളൂ. ചിലർക്കാണെങ്കിൽ എന്നോട് ചില ആൾ പറഞ്ഞിട്ടുണ്ട്, ഒറീസയിൽ എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? എന്നാ? അല്ല, ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നിടത്ത് ചെന്ന് എനിക്ക് സുവിശേഷം പറയണം. വേറെ എങ്ങും പോലും വയ്യ. എവിടെ പോകണം? ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നിടത്ത് പോയി എനിക്ക് സുവിശേഷം പറയണം. എന്റെ വലിയൊരു ആഗ്രഹമാണ്. അയലോക്കക്കാരനോട് സുവിശേഷം പറയത്തില്ല, കൂടെ വർക്ക് ചെയ്യുന്നതിനോട് ഇന്നുവരെ സുവിശേഷം പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെ പോകണം? ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നിടത്ത്. അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് ആദ്യം നിങ്ങൾ എവിടെ തന്നെ സാക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ജെറൂസലേം. പിന്നെ ജെറുസലേമിൽ മുഴുവൻ സാക്ഷിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തോട്ട് പോകാവൂന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ജെറുസലേമിൽ സുവിശേഷിക്കാൻ മനസ്സില്ലാത്തവന് ഭൂമിയുടെ അറ്റത്തോളം പോകാൻ അവകാശവുമില്ല. യു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്? യെരുശലേമിൽ സാക്ഷിക്കുവാൻ മനസ്സില്ലാത്തവന് ഭൂമിയുടെ അറ്റത്തോളം പോകുവാനുള്ള അവകാശം ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രകാശമാണെങ്കിൽ വഴി കാണിക്കുന്നവരായിരിക്കണം. വഴി കാണിക്കാന്ന് ഞാൻ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവരെ ഗൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ വിശ്വാസത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, യേശു ക്രിസ്തു ആകുന്ന വഴിയിലേക്ക് വരുവാൻ തയ്യാറുള്ള, they need somebody to lead them. അവിടെ ഞാൻ പറഞ്ഞത് വഴി കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ്, ഫംഗ്ഷനാണ് ശരിക്കും ലൈറ്റിനുള്ളത്. ഇത് ആത്മീയ ലോകത്തിലും അത് തന്നെയാണ്. യഥാർത്ഥ ആത്മീയത എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, അറിയാൻ വയ്യാത്ത ആളുകളാണ് നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളും വിശ്വാസികളും. എന്താണ് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് അറിയത്തില്ല. അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ വഴി തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് വഴി തെറ്റിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടല്ലോ. പല സമയത്തും വേദപുസ്തകം കോട്ടിമാട്ടി ആളുകൾ പ്രസംഗിക്കുമ്പോൾ അതിന്റെ പിന്നാലെ ആളുകൾ പോകുന്നത് അതിനോടുള്ള മോഹം കൊണ്ട് മാത്രമൊന്നുമല്ല. അങ്ങനെ മോഹത്തോടെ പോകുന്ന ആളുകളുണ്ടായിരിക്കാം, പക്ഷെ നല്ലൊരു ശതമാനവും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബിക്കോസ് ദേ ആർ ഇഗ്നറന്റ്. യഥാർത്ഥ വഴി, യഥാർത്ഥ ആത്മീയത, കർത്താവിനെ പിൻപറ്റുന്നതിന്റെ പ്രത്യേകത എന്താണ്? വാസ്തവത്തിൽ ദ ബേസിക് തിങ്. യേശുവിനെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിച്ചാൽ ഫസ്റ്റ് തിങ് എന്താ ചെയ്യേണ്ടത്? അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വയത്യാഗത്തിന്റെ മാർഗത്തിലൂടെ മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ കഴിയൂ എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ട് സ്വയത്തെ ഉയർത്തുവാൻ വേണ്ടി യേശുവിനെ അനുഗമിക്കുന്ന ആളുകൾ, ഇതാണെന്ന് പറ്റുന്നത്. സ്വയത്യാഗത്തിന്റെ വഴിയിലൂടെയാണ് യേശുവിനെ അനുഗമിക്കേണ്ടത് എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം ആളുകൾ ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? എല്ലാവരും സ്വയത്തെ ഉയർത്താൻ യേശുവിനെ അനുഗമിക്കുന്നതാണ് ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അക്രൈസ്തവരായ ആളുകളോട് കർത്താവിനെ വിറ്റ്നസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ്. യഥാർത്ഥ ആത്മീയതയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ആത്മീയ അന്ധകാരത്തിൽ കഴിയുന്ന ഇഗ്നറന്റ് ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള, ദാറ്റ്സ് എ പ്രോബ്ലം വിത്ത് മെനി പീപ്പിൾ. മെനി ഓഫ് ദ ബിലീവേഴ്സ് ആർ സിൻസിയർ ബട്ട് ഇഗ്നറന്റ്. നല്ലൊരു ശതമാനം വിശ്വാസികളും
ആത്മാർത്ഥതയുള്ളവരാണ്. കള്ളന്മാരെല്ലായിടത്തും ഉണ്ട്, വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് കള്ളന്മാർ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവിനെ പിൻപറ്റിയിരിക്കുന്ന വിശ്വാസികളായ ആളുകളിൽ എൻ്റെ നോട്ടത്തിൽ 80% ആളുകളെങ്കിലും വളരെ സിൻസിയറാണെന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റി കൂട്ടു 90 ഉണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞു, ഇല്ല 50 ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ എന്താണെങ്കിലും നല്ലൊരു ശതമാനം ആളുകളും most of the believers who accepted Jesus as their personal savior and Lord, they are sincere people. അല്ലെങ്കിൽ ഇതിന്റെ പുറകെ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കള്ളത്തരത്തിന് വേണ്ടി ഇതിനകത്ത് വന്ന ആളുകളുടെ നമ്പർ വളരെ കുറവാണ്. പക്ഷെ സിൻസിയറായിട്ടുള്ള ആളുകളിൽ തന്നെ നല്ലൊരു ശതമാനത്തിനും എന്തില്ല, അവർക്കറിയത്തില്ല എന്താണ് യഥാർത്ഥ ആത്മീയത. അതുകൊണ്ട് യഥാർത്ഥ ആത്മീയതയെക്കുറിച്ച് നിങ്ങൾക്ക് ദർശനം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, വേദപുസ്തകപ്രകാരം അത് പഠിപ്പിച്ചു കൊടുക്കാനും വഴി നടത്തുവാനുമുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. യു നീഡ് ടു ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആർക്കൊക്കെ? എല്ലാവരും അനുഗമിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുകയാണ് വെളിച്ചത്തിന്റെ പദ്ധതി. ഞാൻ വഴി കാണിച്ചത് കൊണ്ട് എല്ലാവരും ആ വഴിയെ നടക്കണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ എല്ലാവരും എൻ്റെ വഴി, ഞാനിപ്പം പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ സാക്ഷിക്കുന്നതോ അതല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഇതാണ് യഥാർത്ഥത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ ഉടനെ തന്നെ ആ വഴിയെ എല്ലാവരും കൂടെ വരണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം വെളിച്ചത്തിന്റെ പ്രാഥമിക ദൗത്യം എന്താണ്? വഴി കാണിച്ചു കൊടുക്കുക. നടക്കുക എന്നുള്ളത് ആരുടെ ദൗത്യമാണ്? ഇത് മനസ്സിലായ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ദൗത്യമാണ് അതിലെ നടക്കുക എന്ന് പറയുന്നത്. പക്ഷെ വഴി കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പ്രകാശമാണ്. ഒരുപക്ഷെ എല്ലാവരും നടന്നില്ലായിരിക്കാം, എല്ലാവരും നമ്മൾ കാണിക്കുന്ന വഴിയെ കൂടെ നടക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, സഭയ്ക്കുള്ളിൽ മാത്രമല്ല. പല ആളുകളുടെയും പ്രശ്നം എന്നറിയാമോ? സഭയിൽ ജീസസ് നെവർ സെഡ് ദാറ്റ് യു ആർ ദ ലൈറ്റ് ഓഫ് ദ ചർച്ച്. ചിലർ ഭയങ്കര വെളിച്ചം കാണിക്കലും എല്ലാ കാര്യവും എവിടെയാണെന്നറിയാമോ? സഭയ്ക്കുള്ളിലേ ഉള്ളൂ. സാക്ഷി പറയുന്നതും എല്ലാ കാര്യങ്ങളും എവിടെയാണ്? അകത്ത് തന്നെയാണ്. അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് നീഡഡ് വെൻ പീപ്പിൾ ആർ ഇൻ ഇഗ്നറൻസ്. സെർട്ടൻലി യു നീഡ് ടു ഷോ ദം ദ വേ. ബട്ട് പുറത്ത് സാക്ഷിക്കാത്തവൻ അകത്ത് സാക്ഷിക്കാനുള്ള അവകാശമില്ല. പുറത്തു പോകാൻ മനസ്സില്ലാത്തതിന് പകരം വെക്കുന്നതല്ല അകത്തെ സാക്ഷ്യം. നിങ്ങൾ മനസ്സിലാക്കണം. വി നീഡ് ടു സീ ദാറ്റ് വി ആർ പ്രൊക്ലെയിമിംഗ് ജീസസ് ഔട്ട്സൈഡ്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ കഴിയുകയില്ല. നിങ്ങളെ പ്രകാശിപ്പിക്കുന്നു. മത്തയി 5-ാം വാക്യത്തിൽ നമ്മൾ അവിടെ കർത്താവ് പറയുന്ന വാക്യം വായിക്കുമ്പോൾ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ, മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് നിങ്ങളെ മഹത്വപ്പെടുത്തുകയല്ല. ആരെയാണ്? സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഈ നല്ല മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്, ഇതിന്റെ ഗ്രീക്ക് ഭാഷയിൽ നല്ലതെന്ന് പറയാൻ സാധാരണ ബൈബിളിലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന 2 ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ആദ്യത്തെ വേർഡൊന്നും പഠിപ്പിക്കാനല്ല ഞാൻ ഇവിടെ ഗ്രീക്ക് പഠിപ്പിക്കാനല്ല വന്നിരിക്കുന്നത്. ആദ്യത്തെ വേർഡ് അഗാത്തോസ് എന്ന് പറയുന്നൊരു വാക്കെന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിംപ്ലി ഗുഡ്. നല്ലതെന്ന് എന്ത് നല്ലതിനെയും പറയാവുന്നതാണ് നല്ലത്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാലോസ് എന്ന് പറയുന്ന വാക്ക് വെറുതെ നല്ലതെന്നല്ല, സംതിങ് ലൈക്ക് വിൻസം, ബ്യൂട്ടിഫുൾ, അട്രാക്റ്റീവ് എന്നൊക്കെ പറയുന്ന സൂപ്പർലേറ്റീവ്സ് എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു വലിയ ഒരു എന്താണ് പവർഫുൾ വേർഡാണ് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. കാര്യം നിങ്ങളുടെ ആ പ്രവൃത്തി ആളുകൾക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ പ്രവൃത്തിയെ ആളുകൾക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയാത്ത നിലയിൽ അത്ര അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഒരു വിൻസം, ഒരു മറ്റുള്ളതിൽ നിന്നൊക്കെയും മാറി നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്നത്. ഈ ഗുഡ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആസ്പെക്റ്റിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ദ ഗുഡ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ നന്മയല്ല ഇത് ഒരു ദിവ്യ നന്മയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ചാരിറ്റി, ഇന്നത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളും
ദൈവികമായ ചാരിറ്റി പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇന്ന് കോമൺ ആയിട്ട് നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുറച്ച് ആളുകളിൽ നിന്ന് പൈസ പിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെയാണെന്നുള്ള രീതിയിൽ ആളുകൾക്ക് കൊണ്ട് കൊടുക്കുന്നു, എന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെ അങ്ങ് പ്രകാശിക്കുന്നു. ഒരു മനുഷ്യൻ നമ്മളെ തന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നു. പക്ഷെ ഇതല്ല, ഇത് നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്റെ ഒരു പ്രവൃത്തിയാണിതെന്ന് മനസ്സിലാക്കാൻ. അതായത് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗസ്ഥ പിതാവിനെ മഹിമപ്പെടുത്തും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവര് പറയും, എടാ ഇതൊരു സ്വാഭാവികമായി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, ഇതിവൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിൽ തീർച്ചയായും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ലോക നന്മയുടെ വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്ന നന്മയ്ക്ക് മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. ജനസേവാ ശിശുഭവൻ നടത്തുന്നത് പോലെ ഇപ്പുറത്ത് മാറി ഒരു ചിൽഡ്രൻ ഹോം നടത്തി കഴിഞ്ഞാൽ ആൾക്കാരൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അത് അവനും നടത്തുന്നുണ്ട്, ഇവനും നടത്തുന്നുണ്ട് പറയും, അല്ലേ? ഇറ്റ് ഈസ് പോസിബിൾ. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില നോർമൽ കാര്യത്തിൽ നിന്ന് മാറി ഒരു ദിവ്യ നന്മ. ഞങ്ങളൊരു മിഷണറി കൈ അടുത്ത കുറെ പിള്ളേരെ അവൻ വളർത്തുന്നുണ്ട്. അവൻ പിള്ളേരെ വളർത്തുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വി ഹാവ് 13 ചിൽഡ്രൻ ഹോംസ്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ പിള്ളേരെ എല്ലാം അഡോപ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ലീഗലി അഡോപ്റ്റ് ചെയ്യുക. ഇങ്ങനെ വായി ഈ പിള്ളേരിൽ മിക്ക പിള്ളേരും അപ്പനും അമ്മയും HIV ബാധിച്ച് മരിച്ച പിള്ളേരാണ്. ആൻഡ് ഓൾസോ ഈ പിള്ളേരിൽ തന്നെ HIV ഉള്ള പിള്ളേരുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കൊച്ചിനെ കണ്ടുപിടിക്കത്തില്ല. കാര്യം ഒരു ഡിഫറൻസും ഇല്ലാത്ത രീതിയിലാണ് അവൻ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇതിനകത്തെ മറ്റൊരു തമാശ, അവന്റെ കൊച്ചു ഇവരുടെ കൂടെ തന്നെ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനോട് ചോദിച്ചിട്ടുണ്ട്, മോനെ എടാ എന്തെങ്കിലും അപകടം എന്താ വിളിച്ചാ വല്ല കടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു നോർമൽ പേഴ്സണെ കൊണ്ട് പ്രയാസമാണ്. അത് കാണുമ്പോൾ നമ്മളെന്ത് പറയും? ഇത് തീർച്ചയായിട്ടും ആളുകൾ തന്നെ എന്ത് പറയും? ഇങ്ങനൊരു കാര്യം നടക്കുന്നത് നിങ്ങളുടെ ചുറ്റും കാണുമ്പോഴത്തേക്ക് എന്ത് പറയും? എ നോർമൽ പേഴ്സൺ കനോട്ട് ഡു ഇറ്റ്. അതൊരു ദിവ്യ നന്മ നമ്മൾ കണ്ടെത്തും. അപ്പൊ നമ്മളെന്ത് പറയും? ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവിടെയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, എങ്ങനെയാണ് നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ആളുകൾ എന്താ സ്വർഗസ്ഥ പിതാവിനെ മഹിമപ്പെടുത്തുന്നത്. നമ്മൾ പ്രകാശിക്കുകയല്ല, ദിവ്യ നന്മ ആളുകളെ എന്നിലേക്കല്ല ദൈവത്തിങ്കിലേക്കാണ് തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മിക്ക പ്രവർത്തനങ്ങളുടെയും പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിവ്യ നന്മ എന്നൊക്കെ കാര്യങ്ങൾ പറയും, പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് ആളുകൾ കാണുന്നത് എന്നെ തന്നെയാണ്. They see me. അതുകൊണ്ടാണ് ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ എവിടുന്നെങ്കിലും കുറച്ച് പൈസ പിടിച്ചിട്ട് 10,000-50,000 രൂപ ഒരു പാവം പിടിച്ച പെങ്കൊച്ചിന് കൊടുത്തു കഴിഞ്ഞിട്ട് 50,000 രൂപ കൊടുത്തേച്ച് 5 ലക്ഷം രൂപയുടെ പരസ്യം ചെയ്യും, ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? അത് മുഴുവൻ അടിച്ച് എന്തുവാ ആളുകളുടെ മുമ്പിൽ കണ്ടോ, ഞങ്ങൾ കഴിഞ്ഞ വർഷം ചിലപ്പോൾ ആളുകൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇത്ര പേരെ സഹായിക്കാൻ തക്കോണം വലിയവനായ കർത്താവ് ഞങ്ങൾക്കിടയാക്കി. വലിയവനായ കർത്താവ് എന്നൊക്കെ വർത്തമാനം പറയുന്നതല്ലാതെ സഹായിപ്പാൻ തക്കോണം ഞങ്ങൾക്കിടയായെന്നുള്ളത് അതിനകത്തെ കാര്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. They say about us. അവരെ കുറിച്ച്, സ്വന്തം കാര്യങ്ങളെ കുറിച്ച്. അവിടെ എന്താണ്? അവര് കണ്ടില്ല ബ്രദറെ, അതൊക്കെ കർത്താവിന്റെ ഒരു വലിയ കൃപയാണ് കേട്ടോ. അവര് തന്നെ അങ്ങ് പ്രകാശിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതിഫലിക്കുന്നു എന്നുള്ളത് പോലും നമ്മൾ തന്നെ ഒരു പക്ഷേ അറിയത്തില്ല. DL മോഡിയുടെ ഒരു ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ഇത് വായിച്ചതാണ്. DL മോഡിയുടെ ഒരു ഇവാഞ്ചലിസ്റ്റിക് ക്യാമ്പയിൻ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ DL മോഡിയുടെ മീറ്റിങ്ങുകൾ മിക്കവാറും ഒക്കെ 1 മാസം 2 മാസം ഒക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ 40 days 50 days ഒക്കെ പുള്ളി തന്നെ പ്രസംഗിക്കുകയാണ്. അത് തന്നെ എന്തൊരു പാടാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള 2 മാസം ഉള്ളത് പ്രസംഗിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമായിരിക്കും, അല്ലേ? ഇരുന്ന് തരാനും ആളില്ല, പ്രസംഗിക്കാനും ആളെ കിട്ടത്തില്ല. പക്ഷെ DL മോഡിയുടെ മീറ്റിംഗ്സ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അപ്പം അവിടെ ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രെയർ ടീമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ DL മോഡി ഇങ്ങനെ എണീറ്റ് നടക്കുന്ന കൂട്ടത്തിൽ കുറച്ച് യങ് ബോയ്സ് അവര് ഇങ്ങനെ എതിരെ വരുന്ന കണ്ടപ്പോഴത്തേക്ക് DL മോഡി ചോദിച്ചു, നിങ്ങളിവിടെ പോയിരുന്നു? Mr. Moody, we were praying. The whole night we were praying. The whole night. We were spending time with God. We were seeing the face of God. ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു,
ഞങ്ങളുടെ മുഖം പ്രകാശിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ഞങ്ങളുടെ മുഖം പ്രകാശിക്കുന്നത് കണ്ട് ഞങ്ങളുടെ മുഖത്തൊക്കെ തന്നെ അത് അറിയത്തില്ലേ? ഞങ്ങളുടെ മുഖം പ്രകാശിക്കുന്നില്ലേ? DL മോഡി പറഞ്ഞു, ഇതേപോലെ ഒരാള് 40 ദിവസം വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ ദൈവത്തിന്റെ മുഖത്ത് നോക്കിയിരുന്ന് മുഖം പ്രകാശിച്ചിട്ടുണ്ട് മോശ. പക്ഷേ ഇറങ്ങി വന്നപ്പം തന്റെ മുഖം പ്രകാശിക്കുന്നുണ്ടെന്നുള്ളത് മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു. നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് മുഖം പ്രകാശിക്കുന്നുള്ളത്. മോശയുടെ ത്വക്ക് പ്രകാശിച്ച കാര്യം ആരറിഞ്ഞില്ല? മോശ അറിഞ്ഞില്ല. പക്ഷെ ഇത് നമുക്ക് നന്നായിട്ടറിയാം, നമ്മുടെ മുഖമൊക്കെ അങ്ങ് പ്രകാശിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. എന്ത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രകാശിക്കുന്നത് നമ്മൾ തന്നെ അറിയുകയാണ്. കണ്ടോ ഞങ്ങളുടെ മുഖം പ്രകാശിക്കുന്നത്. പ്രകാശിക്കുന്ന മുഖം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ന്യൂസിൽ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഫോട്ടോയും കൊടുക്കും. ഞങ്ങളുടെ പ്രകാശിക്കുന്ന മുഖം കണ്ടോ എന്ന് ചോദിച്ചോണ്ട്. ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാൻ വയ്യാത്ത. നമ്മളുടെ ഇന്നത്തെ ഈ ആത്മീയ ലോകത്തിന്റെ യാത്ര കണ്ടിട്ട് കരച്ചിലല്ലാതെ വേറെ ഒന്നും എനിക്ക് വരുന്നില്ല. ഐ ഫീൽ ക്രൈങ്. അല്ലാതെ എന്താണ്? ഇതല്ല ശരിയായിട്ടുള്ള ആത്മീയത. നമ്മളുടെ നല്ല പ്രവൃത്തികളെ, ദിവ്യ നന്മകളെ കണ്ട് മറ്റുള്ളവർ ആരെ മഹിമപ്പെടുത്തണം? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനെ മഹിമപ്പെടുത്തണം. മഹത്വം എപ്പോഴും യേശുവിന് കൊടുക്കുക. നമ്മൾ മറഞ്ഞിരിക്കുന്നതായ ഒരു സ്റ്റേജ് 76 77 ആണെന്ന് തോന്നുന്നു. സെലിബ്രൻസ് സിംഗേഴ്സ് ഇന്ത്യയിൽ വന്ന സമയത്ത്, സെലിബ്രൻസ് സിംഗേഴ്സ് അമേരിക്കയിലെ ഒരു വലിയൊരു മ്യൂസിക് ഗ്രൂപ്പാണ് സെലിബ്രൻസ് സിംഗേഴ്സ്. അപ്പം പാസ്റ്റർ കെസിയോണൊക്കെ അന്ന് ഉണ്ടായിരുന്ന സമയത്താണ് കെസിയോൺ എന്നോട് പറഞ്ഞു, യു സ്പെൻഡ് സം ടൈം വിത്ത് ദം. അവരുടെ കൂടെ സം ഹൗ അവരുടെ കൂടെ ഐ കുഡ് സ്പെൻഡ് സം ടൈം. അവിടെ ഒരു സ്പെൻഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ അവരെ ഗൈഡ് ചെയ്യാൻ. അവർക്കൊന്നും അറിയത്തില്ല. അപ്പം അവരുടെ കൂടെ അവർ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നിടത്തൊക്കെ അവരുടെ കൂടെ ഒന്ന് പോകാനായിട്ട് പറഞ്ഞു. ഞാൻ അതിനകത്ത് സെലിബ്രൻസ് സിംഗേഴ്സിന്റെ ഡയറക്ടർ ജോൺ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ജോണിൽ നിന്ന് പഠിച്ചു. ഡിസിപ്ലിനൊക്കെ ഞാൻ ശരിക്കും, ഇറ്റ് വാസ് ഇൻ 1977 77 76 ആണ്. എന്താണെങ്കിലും 77 ശേഷമല്ല. കാര്യം അന്ന് കൊക്കക്കോള ഉണ്ടായിരുന്നു. 77 കൊക്കക്കോള നിരോധിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം 77 മുമ്പ്. ജോണിന്റെ ഒരു പ്രത്യേകത, ജോൺ ഇപ്പം 6 o'clock നമ്മൾ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ബാക്കിയുള്ളവർക്ക് ഫ്രീ ആയിരിക്കും. ദേ ക്യാൻ ഗോ എനിവെയർ. ബട്ട് 6 o'clock ജോൺ നേരെ വണ്ടിയിലോട്ട് കയറുന്നു. ആരൊക്കെ കയറിയിട്ടുണ്ടെന്ന് നോക്കത്തില്ല, ആരെയും വിളിക്കത്തുമില്ല. ഈ ജസ്റ്റ് മൂവ്. വലിയൊരു ബസ് എടുത്തിട്ടിരിക്കുക അവർക്ക് പോകാനായിട്ട്. അപ്പോൾ 6 മണിക്ക് മുമ്പ് കയറിയില്ലെങ്കിൽ അവനോട് കാണത്തില്ല. അത്രയ്ക്കും സ്ട്രിക്ട് ഡിസിപ്ലിൻ. പക്ഷെ ജോൺ പ്രസംഗിച്ച കൂട്ടത്തിൽ, മീറ്റിങ്ങിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും എന്നെ സ്വാധീനിച്ചൊരു കാര്യമാണ്. ജോൺ പറഞ്ഞു, ഞാനിവിടെ വന്ന് നിങ്ങളുടെ നാട് അന്നത്തെ കണക്കനുസരിച്ച് കേരളമാണല്ലോ. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ ലാൻഡ് ഈസ് ദ ലാൻഡ് ഓഫ് കോക്കനട്ട്സ്. ഇപ്പം പിന്നെ റബ്ബറളമോ സമരളമോ ഒക്കെ ആയിരിക്കും. കേരളം എന്നുള്ളതൊക്കെ മാറിക്കാണും. പക്ഷെ അന്നത്തെ കാര്യം ഞാൻ പറയാം. എന്നിട്ട് അദ്ദേഹം അത് പറയുന്നത്, ഈ കോക്കനട്ടിന്റെ പുറംതോട് പീല് ചെയ്തിട്ട് നിങ്ങൾ ആ കോക്കനട്ടിന്റെ എന്താണ് അകത്തെ ഇത് മാത്രം എടുക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പൊ ആരോ നാളികേരം പൊതിക്കുന്നത് കണ്ടിട്ട് ജോൺ പറഞ്ഞതാണ്, ഐ വാസ് ജസ്റ്റ് വാച്ചിങ് ഇറ്റ്. ഇതിന്റെ ഔട്ടർ സ്കിൻ അയാൾ പൊളിച്ചു കഴിഞ്ഞിട്ട് ഹി വാസ് ജസ്റ്റ് ത്രോയിങ് അവേ ആൻഡ് ഹി ടേക്സ് ഓൺലി വാട്ട് ഈസ് ഇൻസൈഡ്. അതിന്റെ തൊണ്ട് എറിഞ്ഞു കളയുകയും അകത്തെ കാര്യങ്ങൾ മാത്രം എടുക്കുകയും ചെയ്തു. എന്നിട്ട് ജോൺ പറഞ്ഞ കാര്യം ഇതാണ്, ഞങ്ങൾ വാസ്തവത്തിൽ യേശു കർത്താവിന്റെ ഒരു ഔട്ടർ സ്കിന്നാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തൊണ്ട് തരാനല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന യേശുവിനെ തരാനാണ്. നിങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുള്ള യേശുവിനെ എടുത്തിട്ട് നിങ്ങൾ തൊണ്ട് വലിച്ചെറിഞ്ഞ് കളയുന്നത് പോലെ ഞങ്ങളെ വലിച്ചെറിഞ്ഞ് കളഞ്ഞോളാൻ. എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു ഉദാഹരണം, അദ്ദേഹം ഇവിടുന്ന് കണ്ട ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞതാണ്. ഇതാണ് വാസ്തവത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ അവൻ പ്രകാശമാകുന്നത്. അവന്റെ ദിവ്യ നന്മ കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ റാപ്പ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? ഇറ്റ് ഈസ് ജീസസ്. റാപ്പർ അല്ല പ്രധാനം, അതിന്റെ ഉള്ളിലെ കാര്യമാണ് പ്രധാനം. അതുകൊണ്ട് ആ ഉള്ളിലെ കാര്യം ആ യേശു മാത്രം കാണുകയാണ് ആവശ്യമായിരിക്കുന്നത്, നമ്മളെ കാണുകയല്ല. നമ്മളെ എന്ത് ചെയ്തോട്ടെ? ഒരു ഔട്ടർ സ്കിൻ പോലെ വലിച്ചെറിഞ്ഞു കളയട്ടെ. DL മോഡിയുടെ ചരിത്രത്തിൽ ഇതേപോലെ ഒരു കാര്യം ഞാൻ ആ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. DL മോഡി ലണ്ടനിൽ വരുന്നതായ സമയത്ത് ലണ്ടനിലുള്ള ആളുകൾ, ഹി വാസ് കമ്മിങ് ഫ്രം അമേരിക്ക.
ലണ്ടനിലുള്ള ആളുകൾക്ക് D.L. മൂഡിയെയും സാങ്കിയെയും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, സാങ്കി അന്ന് റെക്കോർഡിനാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് നോട്ട് കോമൺ ഇൻ ഇംഗ്ലണ്ട്. ലണ്ടനിൽ അതത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല. കാര്യം ഇംഗ്ലീഷുകാരുടെ പ്രത്യേകത, അവർ ഈ പിയാനോ അല്ലാതെ വേറെ ഒരു സാധനവും ഉപയോഗിക്കത്തില്ല. വേറെ എന്തെങ്കിലും സാധനം ഒരു ഡിവൈൻ മ്യൂസിക്കിന് വേണ്ടി കൊള്ളാവുന്നതല്ലെന്നാണ് അവരുടെ ചിന്ത. അപ്പം അതുകൊണ്ട് സാങ്കി ഇതൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ദേ ഫെൽ ബാഡ്, ബിക്കോസ് അവരിങ്ങനെ ഭയങ്കര ഒഫീഷ്യൽ, ദാറ്റ് ഇംഗ്ലീഷ് പീപ്പിൾ ഭയങ്കര ഒഫീഷ്യലായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ അത് തന്നെയല്ല, ദേ ആർ വെരി സ്ട്രിക്റ്റ് ഇൻ ലാംഗ്വേജ്. D.L. മൂഡി ആണെങ്കിൽ അമേരിക്കയിൽ ഹി വാസ് നോട്ട് എഡ്യൂക്കേറ്റഡ് മച്ച്, 6ാം ക്ലാസ് വരെ എങ്ങാണ്ടേ പഠിച്ചിട്ടുള്ളൂ. അതുപോട്ടെ എന്ന് തന്നെയല്ല, ഹിസ് ഇംഗ്ലീഷ് വാസ് നോട്ട് ഗുഡ്. ഗ്രാമർ ഇല്ല. അമേരിക്കൻ പ്രത്യേകത തന്നെ അതാണ്. അതിന്റെ കൂട്ടത്തിൽ അവിടെ പഠിക്കാത്ത ഒരാളോട് ആകുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രത്യേകത. ഹി സ്പീക്സ് വെൽ, ബട്ട് നല്ല ഗ്രാമർ ഒന്നും ഇല്ലാത്ത ഇംഗ്ലീഷാണ്. അപ്പോൾ D.L. മൂഡി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി എംബറാസ്മെന്റ് ഇതിന്റെ പേരിൽ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഒരു ബിഷപ്പ് ഒരിക്കൽ പറഞ്ഞു, ഈ മനുഷ്യൻ വലിയ പ്രസംഗനാണെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് ഇയാൾക്ക് ഒരു ഗ്രാമർ പോലും ഇല്ല, ഇയാൾ എങ്ങനെയാ പ്രസംഗിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും അന്തിച്ചു പോയിട്ടുണ്ട്. പിന്നെ D.L. മൂഡി എഴുന്നേറ്റ് പറഞ്ഞു, ബിഷപ്പ് പറഞ്ഞത് വളരെ കറക്റ്റാണ്, എനിക്ക് ഗ്രാമർ ശരിക്കും അറിയത്തില്ല, ഞാൻ ഇത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ബിഷപ്പ് വന്ന് എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ ഗ്രാമർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. what I was trying to say, അവർ ഇവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. പിന്നെ ഒത്തിരി കഥകളുണ്ടായി. ഇതുകൊണ്ട് ഇവർ പൈസ ഉണ്ടാക്കുകയാണ്, ഈ പൈസയിൽ അമേരിക്കയ്ക്ക് അയക്കുകയാണ്, അവരവിടെ ഇത് പണിയാണ്. അതൊക്കെ നാച്ചുറലി അന്നെല്ലാം ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ലണ്ടനിൽ നിന്ന് പണവുമായിട്ട് ഇവർ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം എല്ലാ പാസ്റ്റേഴ്സിന്റെയും കൂടെ ഒരുമിച്ചുള്ളൊരു മീറ്റിംഗ് മൂടി വിളിച്ചു കൂട്ടി ലണ്ടനിൽ. അദ്ദേഹം പറഞ്ഞു, ഈ മീറ്റിംഗ് കഴിഞ്ഞാലേ ഞാൻ ലണ്ടനിൽ പ്രസംഗിക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കത്തുള്ളൂ. അവിടെ വെച്ച് അദ്ദേഹം ഇവരുടെ എല്ലാ ഫ്ലോറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളാൻ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻസിനെല്ലാം മൂടി ആൻസർ ചെയ്തു. അപ്പം നിങ്ങൾ ഇവിടുന്ന് പണം സമ്പാദിച്ച് അയക്കുകയാണോ, നിങ്ങൾ നേരത്തെ അയർലൻഡിൽ നിന്ന് കിട്ടിയ പണം എന്ത് ചെയ്തു, നിങ്ങൾ പാട്ടുപുസ്തകം വിറ്റു, അതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പാട്ടുപുസ്തകം വിറ്റു, ആ പൈസ എന്ത് ചെയ്യും, അപ്പോൾ അത് അമേരിക്കയ്ക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ D.L. മൂഡി പറഞ്ഞു, ഞങ്ങളത് പണം അമേരിക്കയ്ക്ക് അയച്ചു, ശരിയാണ്, പക്ഷെ അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ തിരക്കിട്ടില്ല. ഷിക്കാഗോയിലെ പള്ളി, ഞങ്ങളുടെ ചർച്ച് തീ കത്തിപ്പോയി, അത് റീബിൽഡ് ചെയ്യാനായിട്ട് വി വർ യൂസിങ് ദാറ്റ് മണി. അപ്പോൾ ലണ്ടനിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ D.L. മൂഡി പറഞ്ഞു, ഐ എം നോട്ട് ഗോയിങ് ടു സെൻഡ് ദാറ്റ് മണി, ഐ എം നോട്ട് ടേക്കിംഗ് എ സിംഗിൾ പെനി ഫ്രം ലണ്ടൻ, ഐ എം ഗോയിങ് ടു സ്പെൻഡ് ഇറ്റ് ഫോർ ദ പുവർ പീപ്പിൾ ഇൻ ലണ്ടൻ. അപ്പോൾ അവർക്കതൊരു ഇതായിരുന്നു കാര്യം, ലണ്ടനിൽ എങ്ങനെ പുവർ പീപ്പിൾ എന്ന് പറഞ്ഞു തന്നെ. വാട്ട് ഡു യു മീൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു സംതിങ് ഫോർ ദ മിസറബിളി പുവർ ഇൻ ലണ്ടൻ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നോട്ട് ജസ്റ്റ് ദ മിസറബിളി പുവർ ബട്ട് ഓൾസോ ഫോർ ദ മിസറബിളി റിച്ച്. ഞാനിവിടെ ഏറ്റവും ദയനീയമായ നിലയിൽ ദരിദ്രരായിരിക്കുന്നവർക്കല്ല, ദയനീയമായ നിലയിൽ ധനികരായിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ചില കാര്യങ്ങൾ ചെയ്യാനാണ് വന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചോദിച്ചു, ഡു യു തിങ്ക് ദാറ്റ് നൗ എവറിഥിങ് ഈസ് ഓക്കെ, ആൻഡ് ഡു യു തിങ്ക് ദാറ്റ് ലണ്ടൻ ഹാസ് now it is fit for D.L. മൂഡി, ലണ്ടൻ ഈസ് ഫിറ്റ് ഫോർ D.L. മൂഡി. ഉടനെ അവർ പറഞ്ഞു, വി തിങ്ക് സോ. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ബട്ട് D.L. മൂഡി ഈസ് നോട്ട് ഫിറ്റ് ഫോർ ലണ്ടൻ. ലണ്ടൻ D.L. മൂഡിക്ക് ഫിറ്റ് ആണെന്ന് നിങ്ങൾ സമ്മതിച്ചു, പക്ഷെ D.L. മൂഡി ലണ്ടന് ഇതുവരെയും ഫിറ്റ് ആയിട്ടില്ല, അകത്തുമില്ല. ബട്ട് ജീസസ് ഈസ് ഫിറ്റ് ഫോർ ലണ്ടൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ അദ്ദേഹം ഒരു ഷൂ സെയിൽസ്മാൻ ആയിരുന്നു. നമ്മൾ ഐ എം ജസ്റ്റ് എ ഷൂ ആൻഡ് ജീസസ് ഈസ് കമ്മിങ് ടു ലണ്ടൻ ഇൻ ദ കമ്മിങ് ഡേയ്സ്. D.L. മൂഡി വിൽ ബി ഹിസ് ഷൂസ്. യേശു ലണ്ടൻ സന്ദർശിക്കാൻ പോകുകയാണ്. D.L. മൂഡി അദ്ദേഹത്തിന്റെ ഒരു ഷൂ മാത്രമായിരിക്കും, ഒരു പാദകം മാത്രമായിരിക്കും. ഞാൻ ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഓഫ് കോഴ്സ് ഞാൻ എഴുതുന്നത് നമ്മളെപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്ന കാര്യമാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങൾ വായിച്ചതിനകത്തുനിന്ന് കിട്ടിയ ഒരു സ്റ്റോറിയായത്. എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യം അതാണ്, ഒരു ഷൂ നോർമലി പീപ്പിൾ ഡസന്റ് സീ. കാണുന്നത് ആരെയാണ്? നിൽക്കുന്ന വ്യക്തിയാണ് എപ്പോഴും കാണുന്നത്. എന്നതുപോലെ ഒരു ശുശ്രൂഷകൻ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ദാറ്റ്സ് വാട്ട് ഐ പ്രേ. I just want to be the shoes of Jesus Christ. And he should walk in me, എന്നിൽ, എന്നെ ഉപയോഗിച്ച്, എന്നെ ഇട്ടോണ്ട്, അല്ലെങ്കിൽ I am just his shoes. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്. Lord, I want to see that I am walking in your shoes in my life, and I want to become your shoes in my ministry. കർത്താവേ, ജീവിതത്തിൽ നിന്റെ ഷൂവിൽ കയറി നിൽക്കാൻ, that's what we pray, of course. എന്താണ്? അവനെ പോലെ ജീവിക്കാൻ.
walking in his shoes. I just want to walk in your shoes in my life. And I want to see that I'm becoming your shoes in my ministry. അപ്പോഴാണ് വാസ്തവത്തിൽ നമ്മളെ അല്ല കാണുന്നത്. പിന്നെ ആരെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് ഓൺലി ജീസസ്. അതാണ് ശരിക്കും വെളിച്ചമായി തീരുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നാൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു പറയുമ്പോൾ അവിടെ പറയുന്ന ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. എന്ത് ലക്ഷ്യത്തോടുകൂടെ ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നോ അത് നിർവഹിക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടാൽ, ഒരു ട്രൂ ഡിസൈപ്പിൾ, ശരിക്കും ഇതിന് സമാനതയുള്ള ഇതിന്റെ പാരലൽ പാസേജ് നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. 14-ാം അധ്യായത്തിൽ കോസ്റ്റ്, ഒരുവൻ ഡിസൈപ്പിൾ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ കോസ്റ്റ് കൗണ്ട് ചെയ്യണം എന്ന് പറയുന്ന ഭാഗത്താണ് കർത്താവ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് 25 ഓൺവേർഡ്സ് വായിക്കുമ്പോൾ, ഐ ഹാവ് നോ ടൈം ടു റീഡ് ഇറ്റ്, അവിടെ പുരുഷാരത്തെ നോക്കിയിട്ട് അവൻ പറയുകയാണ്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. അതിനുശേഷമാണ് ഗോപുരം പണിയുന്നതിനെക്കുറിച്ചും പടയ്ക്ക് പുറപ്പെടുന്ന രാജാവിനെക്കുറിച്ചും എല്ലാം കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഒരുവൻ ആരെങ്കിലും പണിയാൻ ഇച്ഛിക്കുന്നെങ്കിൽ ആദ്യമേ ഇരുന്ന് അവൻ എന്ത് ചെയ്യണം? കോസ്റ്റ് കൗണ്ട് ചെയ്യണം. എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അത് ശിഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ ആദ്യം ഇരുന്ന് നോക്കണം, ഈ കോസ്റ്റ് കൊടുത്തേച്ച് എനിക്ക് ശിഷ്യനാകുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവനോട് തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് പണി നിർത്തിയാൽ എന്തൊരു നാണംകേടായിരിക്കും. ആ ഇടയ്ക്ക് വെച്ച് പണി നിർത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകരുത്. അങ്ങനെ പണി നിർത്തിയാൽ, അതുകൊണ്ടാണ് താഴെ പറയുന്നത്, അങ്ങനെ തന്നെ വേഴ്സ് 33 പറയുന്നത്, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും, പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്ത് കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് ഉപ്പ് നല്ലത് തന്നെ. എ ട്രൂ ഡിസൈപ്പിൾ ഈസ് ലൈക്ക് സോൾട്ട് ആൻഡ് എ ഹാഫ് ഹാർട്ടഡ് ക്രിസ്ത്യൻ ഈസ് ലൈക്ക് ടേസ്റ്റ്ലെസ് സോൾട്ട്. ഒരു യഥാർത്ഥ ശിഷ്യൻ ഉപ്പ് പോലെയാണ്, എന്നാൽ ഹാഫ് ഹാർട്ടഡ് ആയിട്ട് ഇറങ്ങുന്നവൻ, അതാണ് ഗോപുരം പണിയാൻ ഇച്ഛിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നവൻ, ഈസ് ലൈക്ക് എ ടേസ്റ്റ്ലെസ് സോൾട്ട്. ആ ടേസ്റ്റ്ലെസ് സോൾട്ടിന്റെ പ്രത്യേകത എന്താണ്? വഴിയിലിട്ട് ചവിട്ടാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല. ടേസ്റ്റ്ലെസ് സോൾട്ടിന്റെ പ്രത്യേകത അതാണ്. ഇതേപോലെ തന്നെ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുമ്പോൾ അതിന് എന്ത് കോസ്റ്റ് കൊടുക്കണം, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുവാൻ അവൻ തയ്യാറല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാനിടയാകരുത്. അത് ഭയങ്കര നാണംകേടാണ്. മനുഷ്യൻ ഇടയ്ക്കിട്ട് നിങ്ങളെ വഴിക്കിട്ട് ചവിട്ടുമെന്നാണ് പറയുന്നത്. അതൊരു ഫാക്റ്റ്. അതുകൊണ്ടാണല്ലോ പല ആളുകളും സുവിശേഷം കേട്ടിട്ട് കർത്താവിനെ അംഗീകരിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് വില കൊടുക്കേണ്ടി വരുമ്പോൾ അതിന് തയ്യാറാകാതെ തിരിച്ചു ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാ, എന്തിനാടാ പോയതെന്ന് പറഞ്ഞ് ഒരു വഴിയിലിട്ട് ചവിട്ടുന്ന ഒരു അവസ്ഥയിലാണ് പല ആളുകൾക്കും ഇന്നുള്ള സ്റ്റേജ്. അതാണ് നാട്ടുകാര് വഴിയിലിട്ട് ചവിട്ടുന്നത് പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ലിറ്ററലി ട്രാംപ്ലിംഗ്, ബട്ട് എല്ലാ രീതിയിലും ആളുകൾ പറയുന്നത് അവൻ ഇറങ്ങിയതാ ഇന്നാളി പാട്ടും പ്രാർത്ഥനയാണെന്ന് പറഞ്ഞോണ്ട്, കണ്ടില്ലയോ നേരെ ഇങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അപവാദം പറയുവാൻ ഉള്ള വഴി അവൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്റ്റേജ്. നമ്മൾ ഒരിക്കലും ഒരു ടേസ്റ്റ്ലെസ് സോൾട്ട് ആകാനായിട്ട് പാടില്ല. ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ, യു ആർ സോൾട്ട്. നമ്മൾ കർത്താവിന്റെ ഈ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ ബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ അനുഗ്രഹീതരാണ്, പക്ഷെ എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ വേണ്ടി. എങ്ങനെയാണ് അനുഗ്രഹമാകുന്നത്? നമ്മൾ ഭൂമിയുടെ ഉപ്പായിക്കൊണ്ടും ലോകത്തിന്റെ വെളിച്ചമായിക്കൊണ്ടും. ഉപ്പാകണമെങ്കിൽ അത് നമ്മൾ കോസ്റ്റ് കൊടുത്താലേ പറ്റുള്ളൂ. വെളിച്ചമാകണമെങ്കിൽ തീർച്ചയായും അതിന് നമ്മൾ ഒത്തിരി കോസ്റ്റ് കൊടുത്താലേ പറ്റുള്ളൂ. പ്രൊക്ലമേഷൻ, ജീവനപരമായ ശുശ്രൂഷയും പ്രഘോഷണപരമായ ശുശ്രൂഷയും ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ ശിഷ്യന്റെ മിഷൻ പൂർണ്ണമാകുന്നത്. ഇനി നമ്മൾ ഗിരിപ്രഭാഷണത്തിലെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇറ്റ് സേസ് അബൌട്ട് ദ പ്രിസെപ്റ്റ്സ് ഓഫ് ഓർ ദ ടീച്ചിങ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ആദ്യം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ജനങ്ങളുടെ അവരെങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞു. അതാണ് അനുഗ്രഹ വചനങ്ങൾ എന്ന് പറയുന്ന ബിയാറ്റിറ്റ്യൂഡ്സ്. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം എന്താണ്, അവരുടെ മിഷൻ എന്താണ് എന്നുള്ളത് കണ്ടു. ഇനിയിപ്പോൾ
ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് അവന്റെ ശിഷ്യന്മാർക്കുള്ള കൽപ്പനകൾ അല്ലെങ്കിൽ നിയമം, അതല്ലെങ്കിൽ ടീച്ചിങ്സ്, അവരുടെ ടീച്ചിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലായിട്ട് അതിന്റെ പ്രഥമ പടി നമ്മൾ കാണുകയാണ്. ഇറ്റ് ഇസ് നോട്ട് ദ ഹോൾ തിങ്. അടുത്തതായിട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗിരിപ്രഭാഷണത്തിൽ ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ തന്നെ ഇവിടെ ഈ കൽപ്പനകളോട് ചേർന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗം നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണമെന്നാണ്, നമ്മൾ വ്യത്യസ്തരായിരിക്കണം. 48-ാം വാക്യം അവസാനിക്കുന്നത്, നമ്മളത് ഈ പാസേജ് അവസാനിക്കുന്ന 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകരുത്. ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. യു ഷാൽ ബി ഡിഫറൻറ്റ്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ശരിക്കും ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് വേർപാടിന്റെ സന്ദേശമാണ്. എന്താണ് വേർപാട് എന്നുള്ളത് ഇത്ര കൃത്യതയോടെ പറഞ്ഞിരിക്കുന്ന വേറൊരു ബൈബിൾ പാസേജും ഇല്ല. നമ്മൾ വേർപാടെന്ന് പറഞ്ഞ് പല പല കാര്യങ്ങൾ പറയുമായിരിക്കും, നമുക്ക് ചിലപ്പോൾ വേർപെട്ടവരാണെന്നുള്ള പേരും ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ് ശരിയായിട്ടുള്ള വേർപാട്, അത് കൃത്യതയോടെ പറയുകയാണ്. എന്താണ്? യു ആർ നോട്ട് ലൈക്ക് അതർ പീപ്പിൾ. യു ആർ നോട്ട്, ഇവിടെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ആരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എന്നുള്ളത് പറയുന്നുണ്ട്. യു ആർ ഡിഫറെന്റ്. യു ആർ നോട്ട് ലൈക്ക് ദ സ്ക്രൈബ്സ്. യു ആർ നോട്ട് ലൈക്ക് ദ ഫാരിസീസ്. യു ആർ നോട്ട് ലൈക്ക് ദ ജെന്റൈൽസ്. ഇതാണ് വാസ്തവത്തിൽ ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്. നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ അല്ല ആകാൻ പാടില്ല. നിങ്ങൾ പരീശന്മാരെ പോലെ ആകുവാൻ പാടില്ല. നിങ്ങൾ ജാതികളെ പോലെ ആകുവാൻ പാടില്ല. ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതായ കാര്യം. ഇതിനകത്ത് ആദ്യത്തെ നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ ആകരുത് എന്ന് പറയുന്ന വേദഭാഗമാണ് ഈ നമ്മൾ പറഞ്ഞ പാസേജ്. ശാസ്ത്രിമാരിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കണം, ശാസ്ത്രിമാരുടെ നീതി, ശാസ്ത്രിമാരുടെ ചിന്തകൾ, ശാസ്ത്രിമാരുടെ ഉപദേശങ്ങൾ, അത് ഒരു മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു. എന്നാൽ നിങ്ങൾ അവരെ പോലെയോ അവരുടെ സ്വാധീനത്തിലോ ആകാനായിട്ട് പാടില്ല. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ശാസ്ത്രിമാരുടെ ടീച്ചിങ്സ് പര്യാപ്തമല്ല. കാരണം എന്താണ്? ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകണം. അപ്പൊ സൽഗുണപൂർണനാവുക എന്നുള്ള സ്വാഭാവിക ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായ ശാസ്ത്രിമാരുടെ നീതിയോ പരീശന്മാരുടെ നീതിയോ പോരാന്നാ പറയുന്നത്. അതിന്റെ അടിസ്ഥാന ഘടകം ഇതാണ്. എന്ത്? വി നീഡ് ടു ബി ഡിഫറെന്റ്. എങ്ങനെയാകണം? വി നീഡ് ടു ബി ലൈക്ക് അവർ ഹെവൻലി ഫാദർ. ആരെ പോലെ ആകണം? പിതാവിനെ പോലെ. ശരിക്കും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുള്ള മാതൃക എന്ന് പറയുന്നത് യേശു കർത്താവാണ്. യേശുവിനെ പോലെ ആകണം. യേശു തന്റെ പിതാവിനെ പോലെ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകുന്നത്. സ്വർഗസ്ഥ പിതാവിനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും സ്വർഗസ്ഥ പിതാവ് എങ്ങനെയുള്ള ആളാണെന്നുള്ളത് വ്യക്തമായ ഒരു വ്യക്തതയോടുകൂടെ നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, യേശു എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവിന്റെ വെളിപ്പാടാണ്, അവന്റെ ജഡത്തിലെ വെളിപ്പാടാണ്. അപ്പോൾ യേശു ആരെ പോലെയാണ്? അവന്റെ സ്വർഗസ്ഥ പിതാവിനെ പോലെയാണ്. പിന്നെ നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഈ യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ യേശുവിനെ പോലെ ആവുകയാണെങ്കിൽ നാച്ചുറലി നമ്മൾ ആരെ പോലെ ആയിത്തീരും? സ്വർഗസ്ഥ പിതാവിനെ പോലെ ആയിത്തീരും. അപ്പോൾ സ്വർഗസ്ഥ പിതാവിനെ പോലെ ആവുന്നതാണ് ശരിയായിട്ടുള്ള വേർപാടെന്ന് പറയുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. ആ സ്വർഗസ്ഥ പിതാവിന്റെ പ്രത്യേകത, ഹി ഈസ് പെർഫെക്റ്റ്. അവൻ സൽഗുണപൂർണനാണ്. അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള ഡൈവേർഷൻസും വൈകല്യങ്ങളും, ലോകത്തിന്റെ എല്ലാ വൈകല്യങ്ങളും നിലനിൽക്കെ നമ്മൾ പറയാണ് വി ആർ നോട്ട് ലൈക്ക് ദീസ് പീപ്പിൾ, വി ആർ നോട്ട് ലൈക്ക് ദാറ്റ് പീപ്പിൾ. പറയുകയല്ല, കർത്താവ് പറയാണ് യു ഷാൽ നോട്ട് ബി ലൈക്ക് ദ ഫാരിസി, യു ഷാൽ നോട്ട് ബി ലൈക്ക് ദ സ്ക്രൈബ്, യു ഷാൽ നോട്ട് ബി ലൈക്ക് ദ ജെന്റൈൽസ്. ഭൂമിയിലുള്ള ആളുകളെ ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിച്ച് കർത്താവ് പറയാണ് ഇവരെ പോലെ ആരെ പോലും നമുക്ക് ആകാൻ പറ്റത്തില്ല. പിന്നെ ആരെ പോലെ ആകാൻ പറ്റുന്നത്? എന്നാൽ ഇവരെ പോലെ എന്ന് പറയാൻ വേറൊരു ഗ്രൂപ്പിനെയും കാണിച്ചു തരുന്നില്ല. ദാറ്റ്സ് ദ ഡിഫറൻസ്. നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത്, ജാതികളെ പോലെ ആകരുത്, ശാസ്ത്രിമാരെ പോലെ ആകരുത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ സദുക്കയുടെ കാര്യം പറയുന്നില്ല. നിങ്ങൾ സദുക്കരെ പോലെ ആകണമെന്നില്ല. നിങ്ങൾക്ക് ആകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരണം? നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണൻ ആകുന്നത് പോലെ. അതാണ് നമ്മുടെ ടാർഗറ്റ് പോയിന്റ്. അങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം അതാണ്. അങ്ങനെ ആയിത്തീരണമെങ്കിൽ ഇവരെ പോലെ ആരെ പോലെ ആയാലും പറ്റത്തില്ല. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് കൃത്യതയോടെ പറയുകയാണ്, എന്ത്? നിങ്ങൾ സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകണമെങ്കിൽ നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ ആകരുത്.
പരീശന്മാരെ പോലെ ആകരുത്. നിങ്ങളുടെ നീതി 5-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ചാപ്റ്റർ 5 വേഴ്സ് 20, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. നമുക്ക് അതാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അവരുടെ നീതിയും നമ്മുടെ നീതിയും ഡിഫറൻ്റ് ആയിരിക്കണം. കാര്യം ഇന്ന് പരീശന്മാരോ ശാസ്ത്രിമാരോ ഫോളോ ചെയ്യുന്ന നീതി അനുസരിച്ച് ഒരു പരീശനും ഒരു ശാസ്ത്രിയും എവിടെ ചെല്ലാൻ പോകുന്നില്ല, സ്വർഗത്തിൽ ചെല്ലാൻ പോകുന്നില്ല. നിങ്ങൾ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ അതിനെ മാറ്റുന്നവരായിരിക്കണം, അതിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. പിന്നെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, ജാതികളെപ്പോലെ വിചാരപ്പെടരുത്, ജാതികളെപ്പോലെ. ഈ ഭാഗങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കാം. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം വേർപാടിന്റെ കൃത്യമായ ഉപദേശം നമുക്ക് നൽകുകയാണ്. അതിന്റെ തുടക്കമെന്ന നിലയിൽ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. കർത്താവ് ആദ്യം പറയുന്ന കാര്യം അതാണ്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ എൻ്റെ ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല. നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത്, യേശു കർത്താവ് ഭൂമിയിൽ വന്ന് നമുക്കൊരു പുതിയ നമുക്ക് വേണ്ടി മരിച്ച് പാപത്തിൽ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ ന്യായപ്രമാണത്തിന് യാതൊരു കാര്യമില്ലെന്ന്. ചിലപ്പോൾ ആളുകൾ പറയുകയും ചെയ്യും, ബ്രദറെ പഴയ നിയമമൊക്കെ ആയിരുന്നു നമ്മളെന്ത് വിഷമിച്ചു പോയനല്ലേ, ഏതാണെങ്കിലും രക്ഷപ്പെട്ടു, കർത്താവ് ആ ന്യായപ്രമാണത്തിന്റെ അന്ത്യമായിട്ട് വന്ന് നമ്മളെ ആ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്തേനെ. അവൻ ന്യായപ്രമാണത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവിക നീതിയിൽ നിന്ന്, ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്നുള്ള ഒഴിവല്ല പുതിയ നിയമത്തിന്റെ ജീവിതം. അവിടെ എഴുതിയിരിക്കുന്നത് ഒരു വള്ളിയെങ്കിലും, എ ജോട്ട് ഓർ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന. അയോട്ട് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അപ്പോസ്ട്രോഫിക്ക് പറയുന്ന വാക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പോസ്ട്രോഫി പോലും മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും. അവിടെ പുള്ളി എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് സെറിഫ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ പോയിന്റ്സ് എഴുതുമ്പോൾ 1, 2 എന്നൊക്കെ പോയിന്റ്സ് എഴുതുമല്ലോ, നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അതിനെഴുതിയിരിക്കുന്ന ഫസ്റ്റ് ആ മാർജിനിൽ കൊടുക്കുന്ന ഒരു ലെറ്റർ, അങ്ങനെ ഒരു പോയിന്റ് അതിനകത്തുള്ള ഭാഗമല്ല. ഇൻഫാക്ട് പാസേജിന്റെ ഭാഗമല്ല. പാസേജിന്റെ ഭാഗമല്ലാതെ ഇപ്പുറത്ത് വന്നിരിക്കുന്ന ഒരു ABCD എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ലൈൻ നമ്മളുടെ പോയിന്റ്സ് പറയുന്ന അതുപോലും തിരുത്താൻ കർത്താവ് സമ്മതിക്കുന്നില്ല ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ വന്നത്. ഈ യേശു, ഇതിനകത്ത് കോൺട്രഡിക്ഷൻ നമുക്ക് തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യേശു നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങളും ലംഘിക്കുന്നുണ്ട്. അവൻ പലപ്പോഴും ശബത്ത് ലംഘിച്ചു. പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് കൈകൾ കഴുകുന്ന ആ സമ്പ്രദായത്തെ അവൻ നിഷേധിച്ചു. പിന്നെ യേശു ന്യായപ്രമാണത്തിന്റെ വള്ളിയുടെയും പുള്ളിയുടെയും കാര്യമൊക്കെ പറയുന്നതിനകത്ത് തന്നെ അർത്ഥം. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം അനുസരിക്കുന്നവനായിരിക്കണം അല്ലേ? പരീശന്മാർ ശരിക്കും ഇതെല്ലാം അനുസരിക്കാൻ പരിശ്രമിച്ചവരാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ പരീശന്മാർ അനുസരിച്ച കാര്യം പോലും അനുസരിക്കാതെ നിന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഇവിടെ ഒരു കാര്യം, എന്താണ് ഇവിടെ ലോ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെയാണ് കർത്താവ് എതിർക്കുന്നത്? ഇവിടെ ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി 4 തരത്തിലുള്ള കാര്യങ്ങൾ ലോ എന്ന നിലയിൽ യഹൂദന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ലോ എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് 10 കമാൻഡ്മെന്റ്സ് ആണ്. ഫസ്റ്റ് തിങ് 10 കമാൻഡ്മെന്റ്സ്. രണ്ടാമത് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മനസ്സിൽ വരുന്നത് മോശയുടെ ഗ്രന്ഥങ്ങളായ പഞ്ചൈക ഗ്രന്ഥങ്ങൾ, പെന്റാറ്റിയൂക്ക്. മൂന്നാമത് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന വേറൊരു വാക്കാണ് ലോ ആൻഡ് പ്രോഫറ്റ്സ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഇപ്പം ലാസറിന്റെ ഉപമയിൽ അബ്രഹാം പിതാവ് പറയുന്ന കാര്യം എന്താണ്? അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. മോശ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്?
ഇറ്റ് ഇസ് വാട്ട് യു സേ പെന്റാറ്റ്യൂക്ക്, ആദ്യത്തെ 5 പുസ്തകങ്ങൾ. പ്രവാചകന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പുസ്തകങ്ങൾ. അപ്പോൾ യേശു കർത്താവ് ഉപയോഗിച്ചിരുന്നതായ ഹോൾ സ്ക്രിപ്ചറിനെ, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ മുഴുവൻ സ്ക്രിപ്ചേഴ്സിനെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച വാക്കാണ് ലോ ആൻഡ് പ്രോഫറ്റ്സ്, അല്ലെങ്കിൽ മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറയുന്നത്. മോശയും പ്രവാചകന്മാരും. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഒന്ന്, ഇറ്റ് ഈസ് 10 കമാൻഡ്മെന്റ്സ്. അതിനെ ലോ എന്നാണ് പറയുന്നത്, ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ കൽപ്പനകൾ, 10 കൽപ്പനകൾ. 2 ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മനസ്സിൽ വരുന്നത് പെന്റാറ്റ്യൂക്ക്. 3 ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും. അടുത്തതായിട്ടൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോ എന്ന് പഴയ നിയമം, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളുടെയും പ്രശ്നം ഒരു പ്രതിസന്ധി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ വെളിപ്പെടുത്തുന്ന നിയമങ്ങളിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പല കാര്യങ്ങൾ, കൊല ചെയ്യരുത് എന്ന എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക, അതെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ടുണ്ട്. അപ്പം ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കണം. പക്ഷേ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്, എങ്ങനെയാണ് ഓർക്കേണ്ടത്. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ക്രൈബ്സ് ആണ്. ആരെ? ശാസ്ത്രിമാർ. സ്ക്രൈബ്സ് പറയും ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അന്ന് ആരാധനയ്ക്ക് വരണോ, അല്ലാതെ വേറെ ഒരു പണിയും ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ഗുഡ്. അപ്പം അതിനൊരു വിശദീകരണമായി. അപ്പൊ അടുത്ത ചോദ്യം, വേറെ ഒരു പണിയും ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ പണി? പണി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത. അപ്പൊ പിന്നെ ശാസ്ത്രം പറഞ്ഞു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു കാര്യം, നീ ഒരു കാരണവശാലും ഒരു ഭാരവും എടുക്കാൻ പാടില്ല. ഭാരം എടുത്തു കഴിഞ്ഞാൽ എന്തായിത്തീരും? പണിയായിത്തീരും. പണി എടുത്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകും. കാര്യം ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കും. അപ്പൊ പിന്നെ അവർ ചോദിക്കാൻ തുടങ്ങും, അത് ശരി സാറേ, അപ്പം ഈ ഭാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പം പോകുന്ന കൂട്ടത്തിൽ എൻ്റെ പേന എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ പേനായി ഇതെടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ അത് ഭാരമാകും. ഇനി അന്ന് പേന എന്ന് പറഞ്ഞാൽ ഇതുപോലല്ലോ, പേന കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ മഷി കൂടെ വേണമല്ലോ, ഇല്ലേ? അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ മഷിക്കുപ്പി എടുത്താലോ, അപ്പോൾ അത് ഭാരമാകും. ഇനി അതല്ല, ഞാൻ പോകുന്ന കൂട്ടത്തിൽ എഴുതാനായിട്ട് 2 പേപ്പർ കൂടെ എടുത്തു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് പോകല്ലേ, അതാണെങ്കിലും അപ്പം 2 കടലാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഭാരമാകുമോ? അങ്ങനെ ഓരോ കാര്യത്തിലും ഈ ശാസ്ത്രിമാരെന്ത് ചെയ്തു, എന്തൊക്കെയാണ് ഭാരം. അതുപോലെ മീറ്റിങ്ങിന് പോകുന്ന കൂട്ടത്തിൽ പിള്ളേർക്ക് വല്ലതും കഴിക്കാനോ വല്ല ഒരു അപ്പം വല്ലതും കൂടെ എടുത്താലോ ഒരു കഷ്ണം അപ്പം എടുക്കാം. അപ്പം ആ ഒരു കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വലിപ്പം ഉണ്ടായിരിക്കും. പണ്ട് ഒരു കിങ് ഭയങ്കര ലഡു ഭ്രമമാണ്. അപ്പം അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു, ഇനി ലഡു തിന്നാൻ പാടില്ല, നിങ്ങൾ ഭയങ്കര ഡയബറ്റിക് ആണ്. എന്നോട് പറഞ്ഞു, ലഡു തിന്നാൻ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഉടനെ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, 1/2 ലഡു തിന്നോളാൻ. പുള്ളി എന്നറിയാമോ? പുള്ളി എന്നിട്ട് പറഞ്ഞു, എടോ ഒരു 5 കിലോയുടെ ലഡു ഉണ്ടാക്കിയിട്ട് അതിന്റെ പകുതി മുറിച്ചുകൊണ്ട് വരാൻ. കാര്യം 1/2 ലഡു തിന്നോളാനല്ലേ പറഞ്ഞു. ഇതുപോലെ ഭാരം എന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒരു കഷ്ണം അപ്പം എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും വലിയ അപ്പക്കഷ്ണം എത്രത്തോളം വലിപ്പം ഉണ്ടാകാമെന്നുള്ളതിനെ കുറിച്ചും ശാസ്ത്രിമാര് വിശദീകരണം കൊടുക്കാൻ തുടങ്ങി അപ്പത്തിന്. പിന്നെ അപ്പോഴാ ഒരു പ്രശ്നം, സാറേ എന്റെ പല്ല് ഫേക്കാ, ഈ വെപ്പ് പല്ല, അതിപ്പോ ഭാരമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഐ എം നോട്ട് ജോക്കിങ്. ഇതിനെക്കുറിച്ചെല്ലാം നമുക്കിപ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ വിശദീകരണം ശാസ്ത്രിമാർ കൊടുത്തിട്ടുണ്ട്. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ പറയുന്നതല്ല. ഐ ഹാവ് റെഡ് ഓൾ ദോസ്. അങ്ങനെയുള്ള ആ ഡിഫറൻസ്, ഇങ്ങനെയുള്ളൊരു 100 കൂട്ടം കാര്യങ്ങൾ. വെപ്പ് പല്ല് വെക്കാൻ പറ്റുമോ? തലയിൽ സ്ലൈഡ് കുത്താൻ പറ്റുമോ? അതിനെ ഒരു ഭാരമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇതെല്ലാം ചോദ്യങ്ങളാണ്. കാര്യം അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, നിയമത്തില് പറഞ്ഞിട്ടില്ല. അപ്പം അന്നുണ്ടായിരുന്ന മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുമായിരിക്കും, ശബത്ത് ദിവസത്തിൽ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് പ്രവൃത്തിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. ശബത്ത് ദിവസം കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ, മുട്ടയിടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്? ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് പ്രവൃത്തിയായിട്ട് കണക്ക് കൂട്ടുമോ? പ്രവൃത്തിയായിട്ട് കണക്ക് കൂട്ടുമെങ്കിൽ ആ മുട്ട തിന്നുന്നത് ശരിയാണോ? ഇതെല്ലാം ചില്ലറ കാര്യങ്ങൾ. ഏത് കാര്യവും ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കാം. ഇത് ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾക്കും ഇന്റർപ്രിട്ടേഷൻ കൊടുത്തോണ്ടിരുന്ന ആളുകൾ ആരാണ്? സ്ക്രൈബ്സ്. അങ്ങനെ കൊടുത്തിട്ടുള്ള, ആദ്യം അത് ഓറൽ ട്രഡീഷൻ ആയിരുന്നു. പിന്നീട് ഇതിനെ അവര് മിഷ്ന എന്ന പേരിൽ, മിഷ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ നടത്തുവാണ്, മിഷ്ന എന്ന പേരിൽ അവരതിനെ പുസ്തകങ്ങളാക്കിയപ്പോൾ മെനി വോളിയംസ് ആദ്യ കാലഘട്ടത്തിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന മിഷ്നായുടെ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 800 പേജസ് വരുന്ന ഒരു ബുക്കാണ്. അത് പിന്നെയും പ്രശ്നമായി. പഴയ ഗുരുക്കന്മാർ കൊടുത്ത മിഷ്ന പിന്നെയും ഒരു വ്യാഖ്യാനിക്കാൻ തുടങ്ങി. റബി ഹില്ലേൽ പറഞ്ഞതനുസരിച്ച് അത് അങ്ങനെയാണെങ്കിലും അതിന് പിന്നെയും വ്യാഖ്യാനം. അങ്ങനെ പിന്നെയും വ്യാഖ്യാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് തൽമൂദുകൾ എന്നാണ്. തൽമൂദുകളുടെ 40 വോളിയംസ് ഉണ്ടായിരുന്നു നമുക്ക്.
ഇതെല്ലാം അനുസരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് പരീശന്മാർ. അപ്പോൾ കർത്താവ് വന്നിട്ട് പറയുന്ന കാര്യം, അവിടെയാണ് നമ്മൾ ഇതിനകത്തെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ന്യായപ്രമാണത്തിലെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറയുന്നത് ശാസ്ത്രിമാരെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ശാസ്ത്രിമാരെന്ത് ചെയ്തിരിക്കുന്നു? ദൈവം കൽപ്പിച്ച കാര്യങ്ങൾക്ക് അവരുടെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വിശദമാക്കി, അല്ലാതെ എടുത്തുകളയല്ല, വിശദീകരിച്ച് അവരുടെ ഇഷ്ടപ്രകാരമുള്ള വ്യാഖ്യാനം കൊടുത്ത് വേദപുസ്തകത്തിന്റെ ദൈവം അവർക്ക് കൊടുത്ത ആ ഒറിജിനലായിട്ടുള്ള അർത്ഥം തന്നെ മാറിപ്പോയി. ശരിക്കും ശബത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അർത്ഥമില്ല. അതാണ് അതിനകത്തെ തമാശ. ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, റെസ്റ്റ്. പക്ഷേ ശാസ്ത്രിമാരുടെ കയ്യിൽ വന്നപ്പോഴത്തേക്ക് റെസ്റ്റ് പണിയെടുക്കാതിരിക്കുക എന്നായി. അന്ന് വേലയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? വിശ്രമിക്കാൻ വേണ്ടിയാണ്. എന്താണ് വിശ്രമം? ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു. 7-ാം ദിവസം കർത്താവ് എന്ത് ചെയ്തു? വിശ്രമിച്ചെന്ന് പറഞ്ഞാൽ എന്താ? 6 ദിവസം പണിയെടുത്ത് കഷ്ടപ്പെട്ടപ്പം ഗബ്രിയേലിനെ മിഖാലിനെ വിളിച്ച്, ഗബ്രിയേൽ, ഐ എം സോ ടയർഡ്, ഐ വാസ് വർക്കിംഗ് ഹാർഡ് ഫോർ ദ ലാസ്റ്റ് 6 days, ലെറ്റ് മീ സ്ലീപ് എന്നെല്ലാം പറഞ്ഞെന്നാണോ അതിൻ്റെ അർത്ഥം? ഇതെല്ലാം നോക്കിക്കോണേ, ഞാൻ ഒന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞെന്നാണോ? അല്ല. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല അവിടുത്തെ അർത്ഥം. ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആണ് സബത്തിനുള്ളത്. 6-ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഓക്കെ, അതും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കണം. കാര്യം അന്ന് തന്നെയാണ് മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടി കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. സന്ധ്യയായി, ഉഷസ്സുമായി 6-ാം ദിവസം. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം വരിക. അന്ന് അവന്റെ റെസ്റ്റ് ഡേ ആണ്. ഇറ്റ് വാസ് ദ 7th day ഓഫ് ഗാഡ്. പക്ഷെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് മാൻ. ദൈവത്തിന്റെ 7-ാമത്തെ ദിവസം മനുഷ്യന്റെ 1-ാമത്തെ ദിവസമാണ്. എന്താണ് ദൈവം ചെയ്ത വിശ്രമം? താൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ കൈക്ക് പിടിച്ച് ഏദൻ തോട്ടത്തിലൂടെ നടത്തി എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചു കൊടുത്തു. എല്ലാത്തിനും നിന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. God was walking with man and they were celebrating. ശരിക്കും അതാ സബത്ത് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മറ്റെല്ലാം മറന്ന് വിശ്രമിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷനാണ്, ഉത്സവമാണ് ശബത്ത് എന്ന് പറയുന്നത്. അല്ലാതെ പണിയെടുക്കാതിരിക്കുന്നതല്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? പക്ഷേ ശാസ്ത്രിമാർ ആ ആഘോഷത്തെ മാറ്റി എന്താക്കി തീർത്തു? വിശ്രമം എന്ന് പറയുന്നത് പണിയെടുക്കാതിരിക്കുന്ന ഒരു മടിയൻ ദിവസമാക്കി തീർത്തു. അത്രേ ഉള്ളൂ. അവിടെ സെലിബ്രേഷൻ ഇല്ല. ദൈവമായിട്ടുള്ള ഇൻഫാക്ട് സബത്ത് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. യു ആർ സ്പെൻഡിങ് ടൈം വിത്ത് ഗാഡ് ആൻഡ് യു ആർ സെലിബ്രേറ്റിംഗ് ഇറ്റ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജനത്തിന് ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. എങ്ങനെ? വരാൻ പോകുന്ന പുതുവാന ഭൂമിയിൽ ദൈവം താൻ അവരോട് കൂടെ വസിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം മായ്ച്ചു കളയും. അവൻ അവരുടെ മന്ദിരമായിരിക്കും. അവിടെ മന്ദിരം വേറെ ഇല്ല. അവിടെ കുഞ്ഞാട് അതിന്റെ വിളക്കായിരിക്കും. വി ആർ ലിവിംഗ് വിത്ത് ഗാഡ് ആൻഡ് വി ആർ സെലിബ്രേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് സബാത്ത്. അപ്പോൾ കണ്ടോ, ശാസ്ത്രിമാർ അവരുടെ വ്യാഖ്യാനത്താൽ എന്താണ് ശബത്ത് എന്നുള്ളത് പറയുന്നതിന് പകരം അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്തു? അതിനെ വ്യാഖ്യാനിച്ച് ജനങ്ങളെ ഭാരപ്പെടുത്തുമ്പോൾ കർത്താവ് വന്നിട്ട് പറയാണ്, ഈ ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ ആരാടാ നിനക്ക് അധികാരം തന്നെ ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? ശാസ്ത്രിമാരോട് ചോദിക്കുകയാണ്. ഹു ഹാസ് ഗിവൺ യു അതോറിറ്റി ടു ചേഞ്ച് ഇറ്റ്? ഇതിനകത്തൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ ആരാണ് അനുവാദം തന്നിരിക്കുന്നത്? അപ്പൊ യേശു കർത്താവ് വന്നത് ന്യായപ്രമാണത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയൊന്നുമല്ല, നീക്കുവാനല്ല. എന്തിനാണ്? നിവർത്തിപ്പാൻ. നിവർത്തിപ്പാൻ എന്ന് പറയുമ്പോൾ എന്താണ് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ഉദ്ദേശിച്ചത് അതേ നിലയിൽ തന്നെ ഏൽപ്പിക്കുവാൻ, അതിനെ അനുസരിക്കുവാൻ, അതിനെ പ്രകാശിപ്പിക്കുവാനാണ് ആര് വന്നിരിക്കുന്നത്? യേശു കർത്താവ് വന്നിരിക്കുന്നത്. കണ്ടോ ഡിഫറൻസ്? കണ്ടോ? അതുകൊണ്ടാണ് ശാസ്ത്രിമാരെ പോലെ നമ്മൾ ആകരുതെന്ന് പറയുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റ് മാറ്റിക്കളയാനല്ല, ഞാൻ എന്താണ് പഴയ നിയമത്തെ എല്ലാം നീക്കിക്കളയാനല്ല. ചിലപ്പോൾ ആളുകൾ പറയാനുണ്ട്, പുതിയ നിയമത്തിൽ നിയമങ്ങളില്ല, പഴയ നിയമത്തിൽ എന്തോരം കഠിനമായ നിയമങ്ങളായിരുന്നു ബ്രദറെ, അതൊക്കെ ഉണ്ടായിരുന്നേ നമ്മൾ എന്തുമാത്രം വിഷമിച്ചു പോയേനേയും ഇല്ലേ? അല്ല,
പഴയ നിയമത്തിൽ ഉണ്ടായിരിക്കുന്ന നിയമങ്ങളുടെ, നമ്മൾ കാണുന്ന നിയമങ്ങളുടെ ഒരു 1000 ഇരട്ടിയെങ്കിലും കഠിനമാണ് പുതിയ നിയമത്തിലെ ഉപദേശം. 1000 ഇരട്ടിയെങ്കിലും. പക്ഷേ എന്താണ് അനുസരിക്കുന്നത്? നമ്മൾ ഒരു നിയമം അനുസരിക്കുന്നത് പോലെ അല്ലാത്തത് കൊണ്ട്, സ്നേഹത്തിലാണ് അനുസരണം എന്നതുകൊണ്ടാണ് അത് നമുക്ക് ലഘുവായിരിക്കുന്നത്. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ നിയമങ്ങളും മറ്റ് പുതിയ നിയമത്തിലെ നിയമങ്ങളുമായിട്ട് എന്താ, യു കനോട്ട് ജസ്റ്റ് പഴയതിനെ ഉപേക്ഷിക്കുക എന്നുള്ള. പഴയ നിയമത്തിലെ നിയമം വാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ മനസ്സിലാക്കിയത് അക്ഷരത്തിന്റെ നിയമമായിട്ടാണ്. അതാണ് ശാസ്ത്രീയമായ പ്രശ്നം. ടു ദം ഇറ്റ് വാസ് ഓൾ ലെറ്റേഴ്സ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ആ നിയമം നിങ്ങൾക്ക് തന്നപ്പോൾ പിതാവിന്റെ മനസ്സിലെന്തായിരുന്നു അത് ഞാൻ പറഞ്ഞു തരാമെന്നാണ് കർത്താവ് പറയുന്നത്. കാര്യം നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സാണ്. പഴയ നിയമം വേണ്ട എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. പഴയ നിയമം അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കാൻ വേണ്ടിയാണ്, ആഴത്തിൽ അറിയാൻ വേണ്ടിയാണ്. ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോ ആൻഡ് ഗോസ്പൽ. പഴയ നിയമമായിട്ട് ദർ ഇസ് എ ഡെഫിനിറ്റ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാണ്. ഇതിനകത്തൊരു നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇത് പഴയത്, ഇത് പുതിയത്. അല്ലെങ്കിൽ പഴയ നിയമം വേണ്ട. ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് പഴയ നിയമം എന്ത് കാര്യത്തിന് വേണ്ടി? നമ്മുടെ കയ്യിൽ ഇത്രയും കൂടെ പുസ്തകം കൂടെ വെച്ച് കെട്ടി തന്നെന്നുള്ളതല്ല, അത് എന്ത് കാര്യത്തിന് വേണ്ടി പഴയ നിയമം കൊണ്ട് നടക്കുന്നത്, ഇത്രയും സ്റ്റോറീസ് എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. നോ, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ദർ ഇസ് നോ ബാറ്റിൽ ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ്. പഴയതും പുതിയതുമായിട്ട് യാതൊരു രീതിയിലും എന്തില്ല, ഒരു കോൺട്രഡിക്ഷൻ ഇല്ല, ഉണ്ടാകാൻ പാടില്ല. പഴയ നിയമത്തിലെ ദൈവം തന്നെയാണല്ലോ പുതിയ നിയമത്തിലെ ദൈവം, ഇസ്ന്റ് ഇറ്റ്? അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പഴയ നിയമത്തിലെ ദൈവം, ചിലപ്പോൾ ആളുകൾ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ദൈവം കാണാം ആരെന്തെങ്കിൽ എന്തോ ചെയ്തതിന് നമ്മളല്ലേ, പുതിയ നിയമത്തിലെ ദൈവം ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നത്. പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ വ്യത്യാസമാണ് അല്ല. ഇഫ് ഹി ഈസ് ദ സെയിം ഗാഡ്, ദ ലോ ഈസ് ദ സെയിം. അവൻ തന്നെയാണ് ദൈവമെങ്കിൽ, പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെങ്കിൽ എന്താണ്, ഒരിക്കലും പഴയ നിയമവും പുതിയ നിയമവും വ്യത്യസ്തമാകുന്നില്ല. അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യം, അത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കേണ്ട കാര്യമില്ല. As somebody said, if we open a quarrel between the past and the present, we shall find that we have lost the future. പഴയതും ഇപ്പോഴത്തേതും നമ്മൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? വി ആർ ലൂസിങ് അവർ ഫ്യൂച്ചർ. വരാൻ പോകുന്ന ഭാവി. ഒരു കൊട്ടേഷൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ്. ഹി വാസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദി ഓൾഡ് ലോ. പഴയ നിയമം അവൻ എന്ത് ചെയ്യാണ്? എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ നമ്മുടെ പാസേജിലായിട്ട് കാണുന്നത്. അക്ഷരത്തിന് പിന്നിലുള്ള ദൈവത്തിന്റെ മനസ്സെന്താണെന്ന് പറയുകയാണ്. ശാസ്ത്രിമാരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ആക്ഷരികമായി പഠിപ്പിച്ചതുകൊണ്ട് പല സമയത്തും ഞാൻ അനുസരിച്ചല്ലോ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അനുസരിച്ചല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്ററാണ് അനുസരിച്ചത്. അതിന്റെ പിന്നിൽ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് ആളുകൾ നോക്കുന്നില്ല. ഇപ്പം നമ്മളിപ്പം ഒരു വേലക്കാരനെ നമ്മുടെ വീട്ടിലാക്കിയിട്ട് പറയാണ്, എടാ രാത്രി കള്ളം വരുന്നൊന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനിങ്ങനെ നോക്കിയിരിക്കും. കള്ളം വരികയാണെങ്കിൽ, കള്ളം വന്ന് കൂട്ടൊക്കെ തുറക്കുമ്പോൾ അവനിങ്ങനെ നോക്കിയിരിക്കും. കാര്യം എന്തോ പറഞ്ഞിട്ടുണ്ട്? കള്ളം വരുന്നത് നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പൈസ ഒക്കെ എടുത്ത് നോക്കിപ്പിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാര്യം യജമാനൻ എന്താ പറഞ്ഞിട്ടുണ്ട്? കള്ളം വരുന്നത് നോക്കിക്കോണം. കള്ളം വരുന്നത് നോക്കിക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം വരുന്നത് നോക്കിയിരുന്നോണെന്നാണ് അതിന്റെ അർത്ഥം. ആണോ? അതാണ് ലെറ്ററും അത് പറയുന്ന വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം. ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം അത് മതി. അതാണ് പഴയ നിയമത്തിലെ ആളുകളുടെ പ്രശ്നം. പഴയ നിയമത്തിലെ ലോയുടെ പ്രശ്നമല്ല, നിയമത്തിന്റെ പ്രശ്നമല്ല, പഴയ നിയമത്തിലെ ആളുകളുടെയാണ് പ്രശ്നം. പഴയ നിയമം എന്ന് പറയുന്ന ലോയുടെ വിഷയമല്ല, പ്രശ്നമല്ല. എന്താണ്? പഴയ നിയമത്തിലെ ആളുകൾ ആ ലോ എങ്ങനെ കണ്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരതിനെ എങ്ങനെയാണ് എടുത്തതെന്നുള്ളതാണ്. അവര് എടുത്തത് ഇത് എനിക്ക് എത്രത്തോളം അനുസരിക്കാനായിട്ട് പറ്റും. അവർക്കൊരു വ്യാജ സംതൃപ്തി കിട്ടുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അനുസരിക്കുമ്പോൾ. പക്ഷെ അതിന്റെ പിന്നിലെ ഹൃദയം ഒരിക്കലും മനസ്സിലാകുന്നില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നോ ലോങ്ങർ ഐ ഡു കോൾ യു സെർവൻസ്, ഫോർ ദ സെർവന്റ് ഡസ് നോട്ട് നോ ദാറ്റ് വാട്ട് ഹിസ് മാസ്റ്റർ ഈസ് ഡൂയിങ്. നിങ്ങളെ ഞാൻ ഇനി ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. കാരണം യജമാനൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ദാസൻ അറിയുന്നില്ല. കാരണം യജമാനന്റെ ഹൃദയം അറിയാൻ കഴിയാത്തവനാണ് ദാസൻ. അവനോട് പറയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് അവന്റെ മനസ്സ് പോകുന്നില്ല. ഇതാണ് പഴയ നിയമത്തിലെ ആളുകളുടെ പ്രശ്നം. അക്കോർഡിംഗ് ടു ദ ലോ എന്ന് പറഞ്ഞുകൊണ്ട്
ആളുകൾ പറയുന്ന, പ്രത്യേകിച്ച് ശാസ്ത്രിമാർ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ അതിന്റെ പിന്നിൽ ദൈവം ഉദ്ദേശിച്ച കാര്യത്തെക്കുറിച്ച് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. എന്താണ് ദൈവത്തിന്റെ മനസ്സിൽ എന്നുള്ള ചോദ്യം അവർ ചോദിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് ഒരാൾ ചെന്നിട്ട് കെട്ടിടപ്പണി നടക്കുക. അപ്പോൾ കെട്ടിടപ്പണി നടക്കുന്ന ഒരു ചെറിയ ഉദാഹരണമാണ്. കെട്ടിടപ്പണി നടക്കുന്ന സ്ഥലത്ത് ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, വാട്ട് യു ഡൂയിങ്? ഞാൻ ചോദിച്ചു, കാണത്തില്ലയോ, ഞാൻ ഇഷ്ടിക ചുമന്ന് കണ്ടില്ലേ, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരാളോട് ചോദിച്ചു, നീ എന്താ ചെയ്യുക? ഇതെന്താ ചോദ്യം, ഞാൻ വെള്ളം കൊടുക്കുന്ന കണ്ടില്ലേ? അത് കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ മണ്ണ് മാറ്റി കൊടുക്കുന്ന കണ്ടില്ലേ, ഇത് മണ്ണ് മാറ്റുക ഞാൻ. അങ്ങനെ ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറഞ്ഞു. കാര്യം അവരൊക്കെ കൂലിക്കാരാണ്. അവരെന്ത് ചെയ്തു? അവർ ഈ കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നുള്ളൂ, അത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ അതിലേക്ക് നടക്കുന്നത് കണ്ടു. അതുകൊണ്ട് ചോദിച്ചു, മോനെ എന്താ ഇവിടെ നടക്കുന്നത്? എന്നാ പറഞ്ഞു, അതേ എൻ്റെ പപ്പ ഒരു വീട് പണിയുക. എൻ്റെ പപ്പ എന്താ ചെയ്യുക? ഒരു വീട് പണിയുക. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ? ബാക്കിയുള്ളവർക്ക് ഇഷ്ടിക ചുമക്കുകയാണ്, വെള്ളം കോരുകയാണ്, മണ്ണ് മാറ്റുകയാണ്. പക്ഷെ മോനറിയാം എന്തോ നടക്കുന്നതെന്ന്. എന്തുവാ? പപ്പ ഒരു വീട് പണിയുക. ഇതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ ഓരോരുത്തരും അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തു. ഭയങ്കര സന്തോഷം. എന്നോട് വെള്ളം കോരാൻ പറഞ്ഞു, ഞാൻ വെള്ളം കോരി. കർത്താവിനോട് പറഞ്ഞ കാര്യം ഞാൻ അനുസരിച്ചു. പക്ഷെ ഒരു ദാസ്യ മനോഭാവമാണത്. അവൻ തിരിച്ചറിയുന്നില്ല എന്താണ് ആത്യന്തികമായി പിതാവിന്റെ മനസ്സിലുള്ളത് എന്ന്. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റ് അതല്ല. നമ്മൾ ദാസന്മാരായിട്ടല്ല. മകനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ കൽപ്പിക്കുന്ന അക്ഷരത്തിൽ മാത്രമല്ല, അവന്റെ മനസ്സറിയുകയാണ്. അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അവന്റെ പിതാവിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താ അവൻ തിരിച്ചറിയുകയാണ്. ശാസ്ത്രിമാരെന്താ ചെയ്തത്? ഒരു ദാസന്റെ മനോഭാവത്തോടുകൂടെ ദൈവത്തിന്റെ കൽപ്പനകൾ, ആ കൽപ്പനകളുടെ അക്ഷരങ്ങൾ അനുസരിക്കാനായിട്ട് ആളുകളെ പഠിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. They were interpreters of the scriptures. ദൈവവചനത്തിന്റെ വ്യാഖ്യാതാക്കളാണ് അവർ. എന്നാൽ കർത്താവ് പറയുന്നത് നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാനുള്ള അവകാശമേ ഇല്ല. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ കർത്താവ് എന്താ മനസ്സിൽ ചിന്തിച്ചെന്നുള്ളത്. You do not know what was in the mind of God. So your interpretation is wrong. എന്നിട്ട് കർത്താവ് പറയാണ്, പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഐ എം ഗോയിങ് ടു ഇന്റർപ്രറ്റ് ഇറ്റ്. ഞാൻ അതിനെ വ്യാഖ്യാനിക്കാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? ബിക്കോസ് ഐ നോ വാട്ട് ഈസ് ഇൻ ദ മൈൻഡ് ഓഫ് മൈ ഫാദർ. എന്റെ പിതാവിന്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എന്തായിരുന്നു എന്റെ പിതാവിന്റെ മനസ്സിൽ എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനിത് വ്യാഖ്യാനിക്കുകയാണ്. ഹി ഹാസ് ഓൾ ദ റൈറ്റ് ബിക്കോസ് ഹി ഈസ് ദ ലോ ഗിവർ. അവനാണ് കൽപ്പന കൊടുത്തത്. അവൻ കൽപ്പന കൊടുത്തത് കൊണ്ട് ആ കൽപ്പനയെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? യേശുവിന് മാത്രമേ ഉള്ളൂ. വേറൊരാൾക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്നത് അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് കർത്താവ് ഇതിന്റെ എസൻസിലേക്ക് പോകുകയാണ്. ദ മൈൻഡ് ഓഫ് ഗാഡ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ ആ എസൻസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പാസേജ് ഞാൻ വായിക്കുകയാണ്. ചാപ്റ്റർ 22, മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 37 to 40 വായിക്കുമ്പോഴത്തേക്ക്, and he said to him, you shall love your God with all your heart, with all your soul, with all your mind. This is the great and first commandment, and the second is like it, you shall love your neighbor as yourself. On these two commandments depend all the law and the prophets. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കണം. കൂട്ടുകാരനെ, രണ്ടാമത്തേതുപോലെ തന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ സേവിക്കണം. ഇതിനപ്പുറത്ത് ഒരു കമാൻഡ്മെന്റും ഇല്ല. ബാക്കി എല്ലാ കമാൻഡ്മെന്റ്സും ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുകയാണ്. കർത്താവ്, ദിസ് ഈസ് ദി എസൻസ്. വാട്ട് ഈസ് ദി എസൻസ്? ഇറ്റ് ഈസ് ലവ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. വാട്ട് ഈസ് ലവ്? ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദ ലവ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കൽപ്പനകൾ. അല്ലാതെ നമ്മളെ ഭാരപ്പെടുത്താൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യുകയല്ല. നമുക്ക് പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആളുകൾ ചോദിക്കും, ദൈവം എന്തിനാ നമുക്ക് കൽപ്പന തന്നത്? ദൈവം കള്ളു കുടിക്കരുതെന്ന് നമ്മളോട് പറയാൻ കാര്യം എന്താ? മദ്യപാനി സ്വർഗ്ഗരാജ്യം അവകാശമാക്കരുതെന്ന് പറയാൻ കാര്യം എന്താ? നമ്മൾ കള്ളു കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം കർത്താവിന് അങ്ങോട്ട് അസൂയപ്പെട്ടിട്ടുള്ളതാണോ? ഒന്നുമല്ല. കർത്താവിന്റെ സകല കൽപ്പനകളുടെയും പ്രത്യേകത എന്നറിയാമോ? അത് നമുക്ക് പ്രയോജനമാകേണ്ടതിന് വേണ്ടി അവൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 10-ാം അധ്യായം
അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കൽപ്പനയൊക്കെ അനുസരിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെന്ന്. നമ്മൾ കൽപ്പന അനുസരിക്കുന്ന കർത്താവിന് വേണ്ടിയല്ല. ആത്യന്തികമായി കർത്താവ് കൽപ്പന തരാൻ തന്നെ കാര്യം എന്താണ്? ദാറ്റ്സ് ഫോർ യുവർ ഗുഡ്. വേറെ ആർക്കും വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? നിന്റെ നന്മയ്ക്കായി നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന കാര്യമാണ് ഈ കൽപ്പനകൾ. അല്ലാതെ ദൈവം നമ്മളിങ്ങനെ കൽപ്പനകളൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് എ ട്രയലോ, അല്ലെങ്കിൽ അവൻ അങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ അടുത്തുകൊണ്ട് വരണ്ട, അവനെ ഇച്ചിരി കഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നൊന്നും അല്ല. ഇറ്റ് ഈസ് ഫോർ അവർ സെയ്ക്ക്. ജെറമ്യായുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. സോ ദ ലോ വാസ് ഗിവൺ ഫോർ അവർ ഗുഡ്. ഇത് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് അറിയാമോ? നിയമം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈവൻ ജെറമ്യായോടാണെങ്കിലും ആളുകൾ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, ഓരോ പ്രവചനം വരുമ്പോഴും ചോദിക്കുന്നു, യഹോവയുടെ അടുത്ത ഭാരം എന്നാന്ന്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പന അവർക്ക് എപ്പോഴും എന്തായിരുന്നു? ഒരു ഭാരം എന്ന നിലയിലാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരിക്കലും അവർക്കുള്ള ഒരു അവർക്കുള്ള ഒരു നന്മ എന്ന നിലയിലല്ല. നിന്റെ നന്മയ്ക്കായി നീ കാണണം എന്നുള്ളതേ ഉള്ളൂ, നീ അറിയണം. ഈ നിയമം ഒരു വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് വാസ്തവത്തിൽ സങ്കീർത്തനം 147 കാണുന്നത്. അല്ലാതെ നിയമം നമ്മളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല. പ്രത്യുത നിയമം നമ്മളോട് ദൈവം കാണിച്ച ഒരു മഹാകരുണയാണ്. സാംസ് 147 വേഴ്സ് 19 and 20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പിൻ. നോക്ക്, ദൈവം മനുഷ്യനോട് കാണിച്ച, അല്ലെങ്കിൽ ഇസ്രായേലിനോട് കാണിച്ച ഒരു വലിയ ഒരു ദയയായിട്ടാണ് എന്ത് ചെയ്തത്? കൽപ്പനകൾ. അവിടെ എഴുതിയിരിക്കുന്നത്, യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ ഇതൊരു വലിയ ദയയാകുന്നത്? മറ്റൊരു ജാതിക്കും കിട്ടാത്ത വലിയ ഒരു ഭാഗ്യമാകുന്നത് യഹോവയുടെ കൽപ്പനകളിലാണ് അവന്റെ ഹൃദയം ഒളിഞ്ഞു കിടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഹൃദയം അവൻ വേറെ ഒരു ജാതിക്കും വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു ബേർഡൻ ആണോ അതോ ഒരു പ്രിവിലേജ് ആണോ? ഇതൊരു പ്രിവിലേജാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് താമസിക്കുന്ന കൂട്ടത്തിൽ ഒരു ഭർത്താവ് ഒരിക്കലും അയാളുടെ ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ, ഏതാണെങ്കിലും അങ്ങേരുടെ ഇഷ്ടമൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. ആണോ? നമുക്ക് ഭയങ്കര ബേർഡനായിരിക്കും. നമ്മൾ എന്താ ഈ മനുഷ്യൻ എന്നോടൊന്നും പറയാത്തതെന്നായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ ഓരോ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ താല്പര്യങ്ങളും ഒരു ഭർത്താവ് ഒരു ഭാര്യയെ അറിയിക്കുമ്പോൾ ഭാര്യ അത് അങ്ങനെ ഓരോന്ന് ചോദിക്കുകയും ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അല്ല, ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഭർത്താവ്, ആ ഭർത്താവിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എന്നോട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നല്ലോ. അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ്. അതുകൊണ്ട് ലോ എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അല്ലാതെ ലോ എന്ന് പറയുന്നത് നമ്മളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇന്ത്യൻ പീനൽ കോഡ് പോലെ ശിക്ഷാവിധി ഒന്നുമല്ല. ലോ കർത്താവിൻ്റെ മനസ്സാണ്. കൽപ്പന ദാസൻ ഒരു ഭാരമാണ്. പക്ഷേ മകന് അപ്പനെ അനുസരിക്കാൻ കിട്ടുന്ന ഒരു വലിയ അനുഭവമാണ്. കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇടപെടലാണ്. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇടപെടൽ. ഹി ഈസ് എക്സ്പ്രസിങ് ഹിസ് ലവ്. അവന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്നേഹം ഞാൻ അറിയുകയാണ് അവന്റെ കൽപ്പനകളിലൂടെ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന് മനുഷ്യന്റെ സ്നേഹം നൽകുന്ന മറുപടിയാണ് കൽപ്പനകളുടെ അനുസരണം എന്ന് പറയുന്നത്. When I obey God, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് മറുപടി പറയുകയാണ്. സോ അനുസരണം സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. വെളിപ്പെടുത്തുന്നതും സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. കൽപ്പനകളുടെ വെളിപ്പാടും സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. കൽപ്പനകളുടെ അനുസരണവും സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നോക്കിക്കേ. God has revealed his mind to us.
അവന്റെ കൽപ്പന നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവന്റെ ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അവന്റെ ഹൃദയം തുറന്നിരിക്കുന്നത് കൊണ്ട് അവന്റെ സ്നേഹം നമ്മൾ അറിയുകയാണ്. കൽപ്പനയിലൂടെ നമ്മൾ അറിയുന്നത് അവന്റെ ക്രോധമല്ല, കൽപ്പനയിലൂടെ നമ്മൾ അറിയുന്നത് എന്താണ്? അവന്റെ സ്നേഹമാണ്. ഇനിയിപ്പോൾ എന്താണ്? അവന്റെ സ്നേഹത്തിന് എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ മറുപടി പറയുകയാണ്. ഐ ലവ് ഗാഡ്. വെൻ ഐ ഒബേ, ഐ എക്സ്പ്രസ് മൈ ലവ്, ഐ എക്സ്പ്രസ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം ഞാൻ അങ്ങോട്ട് തുറന്നു കൊടുക്കുക. ലോർഡ്, I just want to love you. When I obey the commandments of the Lord, I just tell him, I love you, Lord. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അനുസരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബേർഡൻ. ഇതൊരു ഭാരമല്ല. God has given me a big privilege that I can obey his commandments. It is love. ഇവിടെ സ്നേഹം വരുമ്പോഴാണ് ഇതിനകത്ത് കൽപ്പനകളുടെ കാര്യമാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞേക്കാം ഓൾഡ് ടെസ്റ്റമെന്റിലെ കൽപ്പനകൾ ആരും അനുസരിച്ചില്ലെന്ന്. ശരിയായിരിക്കാം. പക്ഷേ ഒരാൾ പരിശ്രമിച്ചായിരുന്നെങ്കിൽ അനുസരിക്കാൻ പറ്റിയേക്കുമായിരിക്കാം. കഷ്ടപ്പെട്ട് ഒരു പക്ഷേ കൽപ്പന അനുസരിച്ച് തീർക്കാം. നമ്മളിപ്പം വീട്ടുവേല കാര്യങ്ങളോ വല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ എടി ഇന്ന കാര്യങ്ങൾ ചെയ്തോ, എല്ലാം ചെയ്തു കൊച്ചമ്മേ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കൽപ്പന എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചു പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്നേഹം വരുമ്പോഴുണ്ടല്ലോ ചെയ്തു തീർക്കത്തില്ല. സ്നേഹം വരുമ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതുപോലെയാണ് കർത്താവ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇഫ് യു ആർ ജസ്റ്റ് എ സെർവന്റ്, ഓക്കെ, വാട്ട് ഓൾ തിങ്സ് ഹി ആസ്ക്ഡ് മീ, ഐ ഡിഡ് ഇറ്റ്. ബട്ട് വെൻ യു ആർ എ സൺ, when you start love him, you know what happens? You want to do more and more and more for God because you love him. സ്നേഹം ഒരിക്കലും കൊടുത്തു തീർക്കത്തില്ല. നമ്മൾ സ്നേഹം പിന്നെ ബാക്കി കിടക്കുകയാണ്. അത് നമ്മൾ അംഗീകരിക്കുകയാണ്. അത് ചെയ്തു തീരുകയല്ല, പിന്നെയും. ദ ലോ ഓഫ് ലവ്. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുക, പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിക്കുക, പൂർണ്ണ ആത്മാവോടുകൂടെ അവനെ സ്നേഹിക്കുക. യു ലവ് ഹിം വിത്ത് ഓൾ യുവർ ഹാർട്ട്. പിന്നെ വേറെ കാര്യമൊന്നുമില്ല. നിയമം അവിടെ കിടപ്പുണ്ട്. പിന്നെ നീ നിയമത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നൊന്നുമില്ല. നിയമത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും നിയമത്തിനപ്പുറത്ത് നീ ഒന്നും ചെയ്യത്തുമില്ല. ബിക്കോസ് യു നോ ദ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ മനസ്സ്, യേശുവിൻ്റെ മനസ്സ് നമുക്കറിയാൻ പറ്റും, കർത്താവിൻ്റെ മനസ്സറിയാൻ പറ്റും. കൽപ്പന എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ സ്നേഹം തീരത്തില്ല. ഭാരം ഒഴിഞ്ഞല്ലോ എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ പ്രത്യേകത ഇതാണ്. ഏതാണെങ്കിലും അത്രയും കാര്യം പറഞ്ഞു, അത് ഞാൻ ചെയ്തു, ഭാരമൊഴിഞ്ഞു. പക്ഷെ സ്നേഹത്തിൽ അതല്ല. നമ്മളൊരു വേറൊരു ലെവലിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് വി സീ ഇൻ സോങ് ഓഫ് സോങ്സ്. ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നതാണ്. പ്രിയനോട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്, പ്രിയന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്. പിന്നെയും നമ്മുടെ സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകയാണ്. വി ആർ just fallen into love, or നമ്മളങ്ങ് സ്നേഹത്താൽ അങ്ങ് വിജൃംഭിതമാകുന്നതായ ഒരു സ്റ്റേജ്. നമുക്ക് ഒന്നും പറയാൻ വയ്യാത്ത സ്റ്റേജ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്. അതാണ് വാസ്തവത്തിൽ കൽപ്പനകളുടെ അനുസരണവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.